നമ്മളുടെ ക്ലൈമറ്റിന്, പ്രത്യേകിച്ച് ടിപ്പിക്കലായിട്ടുള്ള ട്രോപ്പിക്കൽ ക്ലൈമറ്റിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ക്രോപ്പ്. അപ്പോൾ നല്ല രീതിയിലുള്ള സൺലൈറ്റ്, ഒരു 2000 to 3000 millimeters റെയിൻഫോൾ. അപ്പോൾ അത് ടാപ്പ് റൂട്ട് സിസ്റ്റവും അതുപോലത്തെ അത്രമാത്രം ഒരു ലോവർ സോയിൽ മോയ്സ്ചർ ഫീഡ് ചെയ്യാത്തതുകൊണ്ട് എപ്പോഴും സർഫസ് ലെയറിലെ മോയ്സ്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മുടെ ജാതിയുടെയും പ്രശ്നം. ഉറുമ്പ് ആക്രമിക്കുന്നില്ലെങ്കിലും ഇതിനെ എല്ലാ ഫ്രഷായിട്ടുള്ള പോയിന്റുകളിലും എത്തിക്കുന്നത് ഉറുമ്പുകളാണ്. അപ്പോൾ ഉറുമ്പിനെ നമുക്ക് ഉറുമ്പെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ തോന്നുന്ന ഒരു കെമിക്കൽ ഫിപ്രോണിലാണ്. ഫിപ്രോണിൽ പോയിസൺഡ് ആയിട്ടുള്ള ഒരു ഇൻസെക്റ്റ് ആ ഇൻസെക്റ്റ് ആസച്ചും പോകും, ഡെഡായിട്ട് പോയിസൺഡ് ആയിട്ടുള്ള അതിനെയും കൊണ്ടുപോകും. ഇതിൻ്റെ എഫക്റ്റ് ഒരു കോളനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 4-5 ആൻഡ്സ് പോയിസൺഡ് ആയിട്ടുണ്ടെങ്കിൽ ആ കോളനി, അങ്ങനെയാണ് ഈ ഫിപ്രോണിൽ കെമിക്കൽ കൊണ്ടുള്ള ആക്ടിവിറ്റി. ഇതേ പ്രശ്നം തന്നെയാണ്. ഒരു ഹണി ബീ പോയിസൺഡ് ആയിട്ടുണ്ടെങ്കിൽ ആ കോളനി തീരും. അപ്പം അത്രമാത്രം ഈ ഫിപ്രോണിലിനൊരു പ്രശ്നമുണ്ട്. കൂടുതലായിട്ടുള്ള ഈ മച്ചിക്കായ ഉണ്ടായാൽ നിങ്ങൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഒന്ന്, അതിൻ്റെ ഫ്രൂട്ട് സെറ്റിംഗ് സ്റ്റേജിൽ വാട്ടർ സ്ട്രെസ് ഉണ്ടായിട്ടുണ്ട്. സെക്കൻഡ്, അതിൻ്റെ ഫ്രൂട്ട് സെറ്റിംഗ് സമയത്ത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടിയിട്ടില്ല. ഫിപ്രോണിൽ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആദ്യമേ തന്നെ കാണുന്ന സെൻറ്റൻസ് ഹണി ബീ കോളനി ഡിക്ലൈൻ ഡിസോർഡർ എന്നാണ്. അത്രമാത്രം ഈ ഹണി ബീസിന് അഫക്റ്റഡ് ആവുന്ന ഒരു കെമിക്കലാണ്. അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞുതരാം. ഒരു 5 ഗ്രാം സോപ്പ് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചത് കൊണ്ട് സ്പ്രേ ചെയ്തോ, ഒരു 2 മണിക്കൂറിനുള്ളിൽ ആ മീലിമുട്ട ചുങ്ങി തുണി പോലെയാവും. റംബൂട്ടാൻ ആൻഡ് മംഗോസ്റ്റീൻ ഫാമേഴ്സ് ഓർഗനൈസേഷൻ സെക്രട്ടറി, പ്രസിഡൻറ്റ്, ഭാരവാഹികൾ, ഇതിൻ്റെ അംഗങ്ങളായ റംബൂട്ടാൻ വളരെ സീരിയസായി കൃഷി ചെയ്യുന്ന കർഷകർ. അപ്പം സായിച്ചേട്ടൻ എന്നെ പരിചയപ്പെടുത്തുകയുണ്ടായി. അപ്പം ഈ ഒരു ക്രോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ വെള്ളായനിയിൽ BSc MSc ഒക്കെ പഠിക്കുന്ന കാലത്ത് ഈ ഒരു വിള അല്ലെങ്കിൽ ഈ ഒരു എക്സോട്ടിക് ഫ്രൂട്ട്സ് ഒന്നും നമുക്കത്ര സുപരിചിതമല്ല. പക്ഷേ എൻ്റെ ചെറുപ്പത്തിൽ ഈ മുള്ളംപഴം, ഞാൻ ഓർക്കുന്നത് ഒത്തിരി പഴങ്ങളുണ്ടെങ്കിലും ഈ മുള്ളുള്ള പഴം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ ഈ മുള്ളംപഴം പഴുത്ത് കായാവണം അല്ലെങ്കിൽ പഴമാവണ സമയത്ത് ഞാൻ അമ്മച്ചിയോട് പറയുമായിരുന്നു, ഇത് പഴുക്കുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം, അല്ലെങ്കിൽ 2 തരണം. അപ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ഒരു നീണ്ട് അല്ലെങ്കിൽ വട്ടം മുകളിലോട്ട് വളർന്നു പോകുന്ന ഇപ്പോഴത്തെ നമ്മുടെ N18 അല്ലെങ്കിൽ മറ്റ് വെറൈറ്റികളുടെയൊക്കെ ഇല കുറച്ചും കൂടി നീളമുള്ള മുള്ളംപഴം അല്ലേ. ആ മുള്ളംപഴത്തിൻ്റെ വലിയ കായും നമ്മൾ വായിലിട്ട് മുട്ടായി പോലെ ഞൊണഞ്ഞാലും കാമ്പ് വിട്ടുപോരില്ല അല്ലേ. അങ്ങനെയുള്ള ആ ഒരു സംഭവം അന്ന് നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മളെ വല്ലാതെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ഞാൻ ഈ റംബൂട്ടാൻ എന്നുള്ള പേരിൽ ഇത് കേൾക്കുന്നത് നമ്മുടെ അഡ്വക്കേറ്റ് ബാബു സാറ് സൂചിപ്പിച്ച മാത്യു ചേട്ടൻ, ഉടുമ്പന്നൂർ മാത്യു ചേട്ടൻ, ഞാൻ തൊടുപുഴ ജോലി ചെയ്യണ സമയത്ത് അദ്ദേഹം ഒരു ദിവസം വന്നു, ഇങ്ങനെ ചില പ്രശ്നങ്ങളുമായിട്ട് വന്നു. അപ്പം എനിക്ക് വലിയൊരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു ആശങ്ക, ഞാൻ ഇതിനെക്കുറിച്ച് എന്ത് പറയും, കാരണം അന്ന് ഒരേയിടത്തും നമുക്ക് ഈ റംബൂട്ടാനില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ അവിടെ കയറി ചെല്ലുന്ന വീടിൻ്റെ 2 സൈഡിലും കുറേ പ്ലാന്റ്സ് ഉണ്ട്. പിന്നീട് അദ്ദേഹം കുറച്ച് ഉയർന്ന പ്രദേശത്തും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിനോട് ചേർന്നേക്കുന്ന ആ പ്ലാന്റ്സ് തന്നെ അന്നത്തെ ഒരു സ്പേസിങ്ങോ അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയമായ കൃഷിയെക്കുറിച്ചുള്ള അവബോധമില്ലാത്തതുകൊണ്ട് നമുക്ക് തന്നെ കാണാം അത് മുഴുവൻ ഇങ്ങനെ കമ്പ് കോർത്ത് കയറി വളരെ അൺഹെൽത്തി ആയിട്ട് അതിൻ്റെ അടിക്കമ്പുകൾ മുഴുവൻ ഉണങ്ങി അത്യാവശ്യം നല്ല രീതിയിലുള്ള, നമുക്കറിയാം വലിയ കീടരോഗബാധയൊന്നും ഇല്ലാത്തതിലാണെങ്കിലും അതിൽ പല പല രോഗങ്ങളുടെ ലക്ഷണം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ റംബൂട്ടാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള കോർക്കി ബാർക്ക് അല്ലേ, ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഈവൻ അതിൻ്റെ ലക്ഷണമാണോ എന്ന് തോന്നത്തക്ക രീതിയിൽ വളരെ അൺഹെൽത്തി ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ പിന്നെ അന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ റംബൂട്ടാൻ എന്നുള്ള വാക്കിനോടും ഈ റംബൂട്ടാനുള്ള കൃഷിയോടും അതിനോടുള്ള ഒരു പ്രതിബദ്ധതയൊക്കെ നമുക്ക് തോന്നുന്നത്. പിന്നീട് അതിന് തൊട്ട് മുമ്പേ ഈ 2006-2007 കാലഘട്ടത്തിൽ റബ്ബറിന് നല്ല വിലയുള്ള സമയത്ത് നമ്മുടെ ഈ വിഴിക്കത്തോട് അല്ലേ, വിഴിക്കത്തോട് ആ നല്ല ഒരു റബ്ബർ തോട്ടം വെട്ടിയിട്ട് ഈ ഹോം ഗ്രോൺ എന്ന് പറയുന്ന ആ ഒരു ഹോം ഗ്രോൺ നഴ്സറി കം ബയോടെക് അവിടെ ഒരു തോട്ടം ഒരുക്കിയത് ഞാൻ കാണാനായിട്ട് പോയി. അപ്പോഴും നമുക്ക് വലിയൊരു ആശങ്കയായിരുന്നു, ഇവരെന്തൊരു മണ്ടത്തരമായി ചെയ്യുന്ന, ഇത്രയും നല്ല പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ റബ്ബറിന് ഇത്രയും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നത് എന്ന് വിചാരിച്ചു. പിന്നീട് അവർ തന്നെ അതിൻ്റെ ഒരു നേഴ്സറി തുടങ്ങുന്നു. സത്യം പറഞ്ഞാൽ നിർഭാഗ്യവശാൽ ഇന്നുള്ള നമ്മുടെ ഏറ്റവും വലിയ ഒരു ടെക്നോളജി പ്രത്യേകിച്ച് റംബൂട്ടാൻ ഇല്ലാത്തതിൻ്റെ ഒരു കാരണം നമ്മുടെയൊക്കെ അറിയാം,
ആമുഖ ഇതിൽ പറഞ്ഞ പോലെ ഇന്ത്യയിൽ മുഴുവനായിട്ടൊരു മാൻഡേറ്റുള്ളൊരു ക്രോപ്പല്ല. കേവലം 2% താഴെ ഇന്ത്യയിലെ കൾട്ടിവബിൾ ലാൻഡിൻ്റെ 2% താഴെ മാത്രം കൃഷി ചെയ്യുന്ന, അതിലേതാണ്ട് പകുതിയിൽ കൂടുതൽ സ്ഥലവും കേരളത്തിലുള്ള ഒരു വിളയ്ക്ക് ഇന്ത്യയിൽ മുഴുവനായിട്ടുള്ള ഒരു റിസർച്ച് സപ്പോർട്ടൊന്നും കിട്ടില്ല. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലെ കാർഷിക സർവകലാശാലയോ അല്ലെങ്കിൽ അനുബന്ധ കൃഷി വകുപ്പുകളോ ഇതിനെക്കുറിച്ച് ഒട്ടും തന്നെ ബോധവാന്മാരല്ല. ഈയിടെ ഞാൻ കേരള കാർഷിക സർവകലാശാല പോമോളജി എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്, അറിയോ? പോമോളജി സ്റ്റഡി ഓഫ് ഫ്രൂട്ട്സ് ആണ്. ഇപ്പോൾ ഹോർട്ടിക്കൾച്ചർ കോളേജിൽ തന്നെ പോമോളജി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതിൽ പ്രൊഫസറുണ്ട്, അസോസിയേറ്റ് പ്രൊഫസറുണ്ട്, അസിസ്റ്റൻറ്റ് പ്രൊഫസറുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളോട് പല കാര്യങ്ങളും ചോദിക്കണം വന്നപ്പോഴാണ് നമ്മുടെ ആ ഒരു എന്താ പറയുക ടെക്നോളജിയിൽ നമ്മുടെ സ്റ്റേറ്റിൽ പ്രത്യേകിച്ച് ഈ എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിലുള്ള വലിയൊരു ന്യൂനത. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ഈ സായിച്ചേട്ടൻ ക്ലാസ്സിന് വിളിക്കുമ്പം വരുന്നപ്പം എനിക്കുണ്ടായ ഏറ്റവും വലിയ എനിക്കറിയാവുന്ന ഒരു കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിലുപരി ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് നല്ല രീതിയിലുള്ള കുറേ അനുഭവങ്ങൾ നമുക്ക് കിട്ടും. കാരണം നിങ്ങളെല്ലാവരും മറ്റു വിളകളെ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ വിള ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ ആർജിക്കുന്ന അറിവുകളുടെ അത്രയും തന്നെ ആർജിച്ച അറിവുകൾ പലരിലും ഉണ്ടാവത്തില്ല. അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു 12 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 10 ഇയേഴ്സ് ഒക്കെ ചെയ്തവരുടെ അറിവുകൾ തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അറിവ്. അപ്പം ഈ അറിവുകളുള്ളവരുമായി ബന്ധപ്പെട്ടിട്ട് കിട്ടിയ കുറേ അറിവുകളാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ശാസ്ത്രീയ കൃഷി രീതിയെക്കുറിച്ചുള്ള എൻ്റെ അറിവുകൾ നല്ലൊരു ശതമാനം ഇവിടെ പല സ്ഥലത്തും കൃഷി ചെയ്തവർ അനുവർത്തിച്ച് വന്നിട്ടും അവരിൽ സക്സസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്രയും എനിക്കിതിനെക്കുറിച്ച് ആമുഖമായിട്ട് പറയാനുള്ളൂ. അപ്പോൾ ഈ റംബൂട്ടാൻ എന്നുള്ള വിള ഒത്തിരി സവിശേഷതകളുള്ളതാണ്. നമുക്കറിയാം, ഒരു മരത്തിലുണ്ടാകുന്ന ഒരു ഫ്രൂട്ട് ഒരുപക്ഷെ കേരളത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ ഒരു കാഴ്ചപ്പാട് തന്നെ ഉണ്ടായിട്ടുള്ളത് ഈ റംബൂട്ടാനായിരിക്കും. ഒരു ഫ്രൂട്ട് ഒരു ട്രീ ഫ്രൂട്ട് ക്രോപ്പിന് ഒരു വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഒരു കൃഷി. നമുക്ക് ചക്കയുണ്ടായിരുന്നു, മാങ്ങയുണ്ടായിരുന്നു. അത് വേറെ പലരും വാണിജ്യ കൃഷികളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഇതിന് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ചെയ്തു. എന്തായാലും മാങ്ങയ്ക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഈ മധ്യ കേരളത്തിൽ ഒരു വാണിജ്യ അടിസ്ഥാനത്തിലുള്ള കൃഷിക്കുള്ള സാധ്യത ഇല്ലയെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അതേസമയം പാലക്കാട്, മുതലമട അല്ലെങ്കിൽ പാലക്കാട് പ്രോക്സിമിറ്റിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപക്ഷെ സാധ്യതയുണ്ടാവാം. ചക്കയുടെ കാര്യത്തിലും പ്രത്യേകിച്ച് വിയറ്റ്നാം സൂപ്പർ എർലിയുടെ കാര്യത്തിലൊക്കെ എനിക്ക് കുറേ ആശങ്കകളുണ്ട്. എന്തുവാവട്ടെ, എന്നാൽ വളരെ കുറച്ച് ആശങ്കകൾ മാത്രമുള്ള ഒരു വിളയാണ് റംബൂട്ടാൻ. ആശങ്കകൾ എനിക്ക് വളരെ കുറവാണെന്ന് പറയാനുള്ള കുറേ കാരണങ്ങൾ. ഒന്ന്, വളരെ വന്യമായി വളരുന്ന നല്ല എന്താ പറയണേ ഒരു ഫോറസ്റ്റ് ട്രീയുടെ എല്ലാ വന്യതകളും ആവഹിച്ചിട്ടുള്ളൊരു ചെടിയാണ്. വന്യത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് ഉണ്ട്. നമ്മളുടെ ക്ലൈമറ്റിന്, പ്രത്യേകിച്ച് ടിപ്പിക്കലായിട്ടുള്ള ട്രോപ്പിക്കൽ ക്ലൈമറ്റിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ക്രോപ്പ്. അപ്പോൾ നല്ല രീതിയിലുള്ള സൺലൈറ്റ്, ഒരു 2000 to 3000 മില്ലിമീറ്റേഴ്സ് റെയിൻഫോള്. ചില ഷൂട്ട്സ് പെട്ടെന്നൊരു കരുത്ത് വന്നിട്ട് ഈ കാനപ്പിയുടെ ഷേപ്പിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകും. ദാറ്റ് ഹാസ് ടു ബി നമ്മൾ പ്രൂൺഡ്. അപ്പം ഈ ഹാർവസ്റ്റിന് ശേഷമുള്ള പ്രൂണിങ്ങുകളിൽ എല്ലാ ഫ്രൂട്ട് സ്റ്റോക്കുകളുടെയും അതൊരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള റെയിൻഫോളുകൾ, അങ്ങനെയുള്ള ആ ട്രോപ്പിക്കൽ ക്ലൈമറ്റിന് പറ്റിയ ഒരു ക്രോപ്പ്. ആസ് ഓൺ ഡേറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മേജർ പെസ്റ്റോ അല്ലെങ്കിൽ ഡിസീസോ ഇപ്പം നമുക്ക് വെല്ലുവിളി ഉയർത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഉണ്ടായിക്കൂടായികയുമില്ല. അപ്പോൾ ഒരു ക്രോപ്പ് നമ്മൾ പോപ്പുലർ ആകുമ്പോഴാണ് അത് അസോസിയേറ്റഡ് ആയിട്ടുള്ള പെസ്റ്റുകളുടെയും ഡിസീസുകളുടെയും വരാവുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ഓർഗനൈസ്ഡ് സെക്ടർ ആദ്യമേ തന്നെ വരുന്നത്, ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ഫ്രൂട്ട് ക്രോപ്പ് എന്ന് പറയുന്നത് പൈനാപ്പിളേ ഉള്ളൂ, അല്ലേ? എടുത്തു പറയാവുന്ന വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഒരു ഫ്രൂട്ട് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ പൈനാപ്പിളാണ്. ആ പൈനാപ്പിളിൽ തന്നെ നമുക്കറിയാം ഫാമേഴ്സ് അറിയാം, അതിലും മൗറീഷ്യസ് എന്ന് പറഞ്ഞ ഒരു ഇനം മാത്രമാണ് കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ക്യൂ അല്ലെങ്കിൽ MD3 അതൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കൊമേഴ്ഷ്യൽ വെറൈറ്റി എന്ന് പറഞ്ഞാൽ മൗറീഷ്യസ്. അപ്പോൾ അത് നമ്മുടേതായ ഒരു വിളയായി നല്ല മാർക്കറ്റുകളായി ഇപ്പം ആ ഫ്ലക്ച്വേഷൻസ് ഒക്കെ കുറഞ്ഞൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല കൊമേഴ്ഷ്യൽ വാല്യൂ. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യലുകളെ കുറിച്ചൊക്കെ ആമുഖത്തിൽ പറഞ്ഞു. കാരണം ഇന്ത്യയുടെ ടോട്ടൽ ഏരിയയുടെ വളരെ പരിമിതമായ ഏരിയ ഉള്ളൂ. കേരളത്തിൻ്റെ തന്നെ നല്ലൊരു ശതമാനം ഏരിയ അതിന് സൂട്ടബിളാണ്. പക്ഷേ അതിലൊരു വ്യത്യാസം ഞാൻ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ നമുക്കറിയാം നമ്മൾ കോഴിക്കോട് ജില്ലയിലുള്ളവർക്ക് നോക്കിയറിയാം, താമരശ്ശേരി, അടിവാരം തൊട്ട് കുന്നമംഗലം, നമ്മുടെ കൊടുവള്ളി ആ പ്രദേശങ്ങളൊക്കെ നല്ല തോട്ടങ്ങളുണ്ട്. പോയിട്ടുണ്ട് ആരെങ്കിലും? ആ പ്രദേശങ്ങളിലൊക്കെ നല്ല തോട്ടങ്ങളുണ്ട്. ഈവൻ നമ്മൾ കയറി ചെല്ലുന്ന കൽപ്പറ്റ അവിടെയും അത്യാവശ്യം വളരുന്നുണ്ട്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സുൽത്താൻ ബത്തേരി മാർക്കറ്റിലും ഇതുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ചാലക്കുടി, അതിനുശേഷം നമ്മുടെ ഈ എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ കിഴക്കൻ ഭാഗങ്ങൾ, മൂവാറ്റുപുഴ, അതുപോലെ തന്നെ കോതമംഗലം, ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാഞ്ഞിരപ്പള്ളി, പാല, ഈരാറ്റുപേട്ട ആ ബെൽറ്റ്,
പിന്നെ പത്തനംതിട്ടയുടെ റാന്നി, കോന്നി, വടശ്ശേരിക്കര അല്ലേ, ആ പ്രദേശങ്ങളുമെല്ലാം ഉണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഈ 3 സ്ഥലത്തെയും ഫ്രൂട്ടിന് N18 തന്നെ ടേസ്റ്റിലും സ്വീറ്റ്നെസ്സിലും ഫീലിലും എല്ലാം ഒരു വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് പത്തനംതിട്ട, റാന്നി, കോന്നി ആ മേഖലയിലാണ് സ്വീറ്റ്നെസ്സിൽ. അതിലേറ്റവും ആ ഒരു ഇൻസിപ്പിഡ് അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് വൈസ് നമുക്കൊരു ഫീൽ കുറച്ച് കുറഞ്ഞ് തോന്നിയത് നമ്മുടെ എന്താ പറയുക കോഴിക്കോട് ആ മേഖലയിലാണ്. നമ്മുടെ ഈ ഒരു ബെൽറ്റ്, പ്രത്യേകിച്ച് കോതമംഗലം, ഈ പാലാ പ്രോക്സിമിറ്റിയുള്ള ഏരിയകളിലെയും ടേസ്റ്റ് നമുക്ക് ഏകദേശം അപ്പോൾ അങ്ങനെ വരെ ഒരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം. അപ്പം ഇനി വേറെ ഒരു സ്ഥലത്ത് വാണിജ്യാടിസ്ഥാനത്തിൽ ഇത് നമ്മളൊരു കൃഷി ചെയ്ത് വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനുള്ള ഒത്തിരി കാലാവസ്ഥയിലും ഒക്കെ ഉള്ള മോഡുലേഷൻസ് വേണ്ടി വരും. പിന്നെ നമ്മുടെ ടെമ്പറേച്ചർ ഓൺ എ റൈസാണ്. അപ്പം ഈ ബ്രിമ്മിൽ നിൽക്കുന്ന നമ്മുടെ ട്രോപ്പിക്കൽ ക്രോപ്പുകളിൽ പലതും ഭാവിയിൽ പ്രോഫിറ്റബിൾ അല്ലാണ്ട് വരും. ഈവൻ ഈ ട്രെൻഡിൽ പോവുകയാണെങ്കിൽ നെൽകൃഷി തന്നെ നമുക്ക് ത്രെട്ടനിങ് ആവും. കാരണം ഈൽഡിൽ ഭയങ്കര റിഡക്ഷൻ വരും ടെമ്പറേച്ചർ. അപ്പോൾ ഈ റംബുട്ടാൻ്റെ ആ ഒരു എക്സ്ട്രീമിറ്റിയിലോട്ട് ഒരു നല്ല ഫ്ലക്ച്വേഷൻ ഉണ്ട്. അപ്പോൾ ഈവൻ നമ്മുടെ ഈ നോർമൽ ടെമ്പറേച്ചറുകളെല്ലാം പോയി 35, 36 ലെവലിലൊക്കെ ഉള്ള ടെമ്പറേച്ചറുകൾ വന്നാൽ പോലും, ഈവൻ 38 വന്നാൽ പോലും അത്യാവശ്യം വിസ്റ്റാൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഉള്ള സംഭവങ്ങൾ. അതിൽ വെറൈറ്റി വൈസ് ഞാൻ പറയുവാണെങ്കിൽ നമ്മളുടെ ഈ ഒരു കേരളത്തിലെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇന്ത്യയിൽ ഏറ്റവും കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഈ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുവാണെങ്കിൽ വേറെ ഒന്നുമേ ഇല്ല എന്ന് ഞാൻ പറയും. നമുക്ക് ഡിസ്കഷനിൽ പിന്നെ വരാം. N18 ഒരെണ്ണം എന്ന് ഞാൻ പറയും. നമുക്ക് റോങ് റിയാനില്ലേ, ബിഞ്ചായി ഇല്ലേ, മഹാർലിക്കില്ലേ, സ്കൂൾ ബോയ് ഇല്ലേ ഒക്കെ നമുക്ക് തോന്നാം. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ വേറെ ഒരെണ്ണവും റെക്കമെൻഡ് ചെയ്യില്ല കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ. ഈ 35 വീട്ടിൽ നമ്മൾ വളർത്തുമ്പം ആ മഞ്ഞയും മധുരം കുറച്ച് കൂടുതലും ഉള്ളത് ചെയ്തുകൂടെ, ഒരു പ്ലാന്റ് വെച്ചു. പക്ഷേ കൊമേഴ്ഷ്യൽ കൾട്ടിവേഷന് ഈ N18 ഇപ്പോൾ എന്തുകൊണ്ട് N18 എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇത് ഈ ഇനങ്ങളിൽ തന്നെ എന്തുകൊണ്ടാണ് N18 എടുത്തു പറയത്തക്ക കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒരു പഴച്ചെടിയുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മാർക്കറ്റിങ്ങിന് കിട്ടുന്ന കാലം, അല്ലെങ്കിൽ നമുക്ക് എത്ര ഒരു ഫ്ലെക്സിബിലിറ്റി, ഒരു മാർക്കറ്റ് ബാർഗെയിൻ ചെയ്യാനുള്ള, കാരണം ഇതെല്ലാം ഹൈലി പെരിഷബിളാണ്. ഒരു ഫ്രൂട്ട് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്താൽ, ഈവൻ നമുക്കറിയാമല്ലോ, നമ്മളൊരു ഏത്തക്കൊല അല്ലെങ്കിൽ ഒരു പച്ചക്കറി ഹാർവെസ്റ്റ് ചെയ്താൽ വരുന്ന പ്രശ്നം. അപ്പം ആ ഒരു ലോഞ്ചിവിറ്റി അല്ലെങ്കിൽ ഒരു ഷെൽഫ് ലൈഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം നല്ല റൈപ്പായി ഫുള്ളി റൈപ്പൻ N18 ഫ്രൂട്ട് ക്യാൻ ബി റീറ്റെയിൻഡ് ഇൻ ദ ട്രീ ഫോർ 3 weeks. 20 days മുകളിൽ ആ ഫ്രൂട്ട്, ഫുള്ളി റൈപ്പനായിട്ടുള്ള ഫ്രൂട്ട് വിത്തൗട്ട് എനി ഡിറ്റീറിയേഷൻ ഇൻ ക്വാളിറ്റി, എന്നോട് ചോദിക്കുകയാണെങ്കിൽ സ്ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, നമുക്ക് റിറ്റെയിൻ ചെയ്യാം. പറിച്ചെടുത്താൽ ഒരു 5 days ഇല്ല, ഒരു 4 days നമുക്ക് കിട്ടും. അപ്പോൾ ആ 2 കാര്യങ്ങൾ ഇതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജാണ്. ഗ്രോത്ത്, അത്യാവശ്യം ട്രോപ്പിക്കൽ ക്ലൈമറ്റിലെ നല്ല ഗ്രോത്തും ഉണ്ട്. ഈ ഇറഗുലർ ആയിട്ടുള്ള ആ ഒരു ഹാബിറ്റ് ഇതുവരെ കാണിച്ചിട്ടില്ല. എല്ലാ പ്ലാന്റ്സിനും, പ്രത്യേകിച്ച് ഫ്രൂട്ട് ക്രോപ്സിനൊക്കെ ഒരു പീക്ക് ഇയർ ഹാർവെസ്റ്റ്, ജാതിക്ക് നമുക്കറിയാം അല്ലേ, ഒരു നല്ല ഹാർവെസ്റ്റ് കിട്ടുന്ന ഒരു ഇയർ കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ബിയറിങ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ്, ആ ടെൻഡൻസി ഇതുവരെ NIT കാര്യമായിട്ട് എക്സിബിറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ അതിൻ്റെ ലിറ്ററേച്ചർ സെർച്ച് ചെയ്താലും ആ ഒരു ഓൾട്ടർനേറ്റ് ബിയറിങ് ഹാബിറ്റ്സ് അതിനില്ല. അപ്പോൾ പ്രൊഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. ഒരു കണ്ടീഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, സൺലൈറ്റ്, നോ കോംപ്രമൈസ്. സൺലൈറ്റിന് യാതൊരു കോംപ്രമൈസും ഇല്ല, ഫുൾ സൺലൈറ്റ് എനിക്ക് വേണം. അത് ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ക്രോപ്പിൻ്റെ, അതുപോലെ തന്നെ വാട്ടർ, റെയിൻഫോൾ, അതും റെയിനും വേണം. അപ്പം ഈ നമ്മുടെ ഉടുമ്പന്നൂർ ഈ മാത്യു ചേട്ടൻ 2ാമത് നട്ട സ്ഥലം ഒരു എന്താ പറയുക, ഓൾട്ടിറ്റ്യൂഡ് വൈസ് നല്ല കൂടിയതും അത്യാവശ്യം ഇറിഗേഷൻ സ്കാൻഡി ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ജസ്റ്റ് ലൈക്ക് നട്ട്മഗ്, റംബൂട്ടാൻ ചെയ്യുന്നവരും അഷ്വേർഡ് ഇറിഗേഷൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ നമ്മൾ മഴയെ ആശ്രയിച്ച് റംബൂട്ടാൻ കൃഷി ചെയ്യാം എന്നുള്ള ആ ഒരു ചിന്ത വേണ്ട. അപ്പോൾ നമ്മൾ വാട്ടർ റിക്വയർമെൻറ്റ് നമ്മൾ നോക്കുമ്പോഴും വാട്ടർ റിക്വയർമെൻറ്റ് അത്ര ഹൈ അല്ലാത്തതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇൻക്ലൂഡിങ് മൈക്രോ ഇറിഗേഷൻ ഒക്കെ കൊടുത്ത് ആ റൂട്ട് സോൺ, അതും ഇതിൻ്റെയും റൂട്ട് സോൺ ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ നട്ട്മഗിന് ഒരു സിമിലർ ആയിട്ടുള്ളതാണ്. കാരണം പെരിഫറൽ റൂട്ട് സിസ്റ്റം, ഫീഡിങ് റൂട്ട്സ് നല്ല പോലെ പെരിഫറിയിൽ വളരുന്ന ഒരു സിസ്റ്റം. അപ്പോൾ അത് ടാപ്പ് റൂട്ട് സിസ്റ്റവും അതുപോലത്തെ അത്രമാത്രം ഒരു ലോവർ സോയിൽ മോയ്സ്ചർ ഫീഡ് ചെയ്യാത്തതുകൊണ്ട്
എപ്പോഴും സർഫസ് ലെയറിലെ മോയ്സ്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മുടെ ജാതിയുടെയും പ്രശ്നം. 1 വീക്ക് റെയിൻഫോൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ച് നെക്സ്റ്റ് 1 വീക്ക് ഒരു ടാപ്പ് റൂട്ട് സിസ്റ്റമുള്ള ഒരു ചെടിക്കാണെങ്കിൽ അതിന് റിട്ടേൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പെരിഫറൽ റൂട്ട് സിസ്റ്റം, ഫീഡിങ് റൂട്ട്സും എല്ലാം ഉള്ളതുകൊണ്ട് ഒരു നല്ല പ്രൊഫ്യൂസ് റെയിൻഫോളിന് ശേഷം ഒരു 10 ഡേയ്സ് കഴിയുമ്പോഴത്തേനും വാട്ടർ സ്കേസിറ്റി വരും. അപ്പോൾ അതുകൊണ്ടാണ് അഷ്വേർഡ് ഇറിഗേഷൻ നമ്മൾ ഉറപ്പ് വരുത്തണം. അതിതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഈ ഷെയ്ഡ് ലവിങ്ങും അതുപോലെ പ്രൊഫ്യൂസ് ഗ്രോത്തുമുള്ള ഒരു ട്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലുള്ള കോമ്പറ്റീഷനും അവന് ഇഷ്ടപ്പെടുന്നില്ല. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ വന്യമായ ഗ്രോത്താണ് അവന് വേണ്ടത്. അപ്പം അവനെ നമ്മൾ പ്രൂണിങ് ഈസ് ജസ്റ്റ് ഫോർ ഗിവിങ് എ ഷേപ്പ് എന്നേ ഞാൻ പറയുള്ളൂ. പിന്നീടുള്ള പ്രൂണിങ്ങിൻ്റെ ആവശ്യമില്ല, അവനെ വിട്ടേക്കുക. അപ്പോൾ ഒരു ഫസ്റ്റ് 2 ഇയേഴ്സിൽ നമ്മൾ പ്രൂൺ ചെയ്ത് അതിനൊരു ഷേപ്പ് ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾക്കുള്ള പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ ആ ഫ്രൂട്ടിങ് ബ്രാഞ്ചസ് മാത്രം, ഫ്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്നത് മാത്രം. അല്ലാതെ വരുന്ന വാട്ടർ സക്കേഴ്സ്, അവിടുന്ന് ഇവിടുന്നും വരുന്ന വേഗത്തിൽ വളരുന്ന വാട്ടർ സക്കേഴ്സ് എന്ന് പറയും. ആ വാട്ടർ സക്കേഴ്സും ഇൻവേഡ് ഉള്ളിലോട്ട് വളരുന്നു എന്ന് പറഞ്ഞാൽ കാനപ്പിയുടെ ഉള്ളിലോട്ട് വളർന്ന് ഒരു എയറേഷനോ അതുപോലെ അത്യാവശ്യം സൺലൈറ്റൊക്കെ ഹിൻഡർ ചെയ്യുന്നത് മാത്രം കട്ട് ചെയ്ത് ഫ്രൂട്ട് ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഫ്രൂട്ട് ടുക്സ് മാത്രം കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഒരു റൊട്ടീൻ പ്രാക്ടീസ് നമുക്ക് 3 ഇയേഴ്സിന് ശേഷമുള്ള അതും നമുക്ക് മാർക്കഡായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഒരു 2-3 പ്ലാന്റ്സിൽ നമ്മൾ ഇതിന് ശേഷം നമ്മുടെ ഹാർവസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു സിവിയർ പ്രൂണിങ് കൊടുത്തതും മോഡറേറ്റ് പ്രൂണിങ് കൊടുത്തതും ഞാൻ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഫ്രൂട്ട് സ്റ്റോക്കുകൾ മാത്രം കട്ട് ചെയ്തതും തമ്മിൽ നെക്സ്റ്റ് ഇയർ ക്രോപ്പിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും അവൻ്റെ വന്യതയെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റൊട്ടീൻ പ്രൂണിങ് വേണ്ട. പക്ഷേ ഇനീഷ്യൽ ഷേപ്പിംഗ് ഈസ് എ മസ്റ്റ്. ആ 3 ഓപ്പറേഷൻസ് നമുക്ക് ഓരോ വർഷവും ചെയ്യേണ്ട 3 ഓപ്പറേഷൻസ് ഉണ്ട്. എന്തായാലും ഒരു ഫ്രൂട്ടിനൊരു പ്രൊട്ടക്ഷൻ, അത് പ്രത്യേകിച്ച് നെറ്റിട്ടുള്ള പ്രൊട്ടക്ഷൻ അനിവാര്യമാണ്. എന്തായാലും ഈ ക്രോപ്പിന് നമ്മൾ ഈ പറഞ്ഞ പ്രത്യേകിച്ച് ബേർഡ്സ്, ബാറ്റ്സ്, സ്ക്വിരൽസ് അങ്ങനെയുള്ള സാധനത്തിനുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടി നെറ്റിംഗ് ഈസ് എ മസ്റ്റ്. സോ ഹൈറ്റ് ഹാസ് ടു ബി അഡ്ജസ്റ്റഡ്. അത് സെക്കൻഡ് ഫ്രൂട്ട് ഹാർവസ്റ്റ് 100 കോല് മുകളിലുള്ളതിൽ ഹാർവസ്റ്റിംഗ് നമുക്ക് നടക്കുന്നില്ല. സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ സ്ലൈറ്റ് പ്രൂണിങ്. അപ്പോൾ ഈ 3 സാധനത്തിനും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് മസ്റ്റാണ്. അത് നമ്മൾ തുടങ്ങേണ്ടത് ജസ്റ്റ് ഒരു 3 to 4 ഫീറ്റ് ഹൈറ്റിൽ തൊട്ട് തുടങ്ങി ആ ബ്രാഞ്ചസ് കൊടുത്ത് ലാറ്റർ ബ്രാഞ്ചസ് നമ്മൾ കൊടുത്ത് ഒരു കാനപ്പി ഡെവലപ്പ്, ഒരു എന്താ പറയുക, ഒരു അംബ്രല ഷേപ്ഡ് അല്ലെങ്കിൽ നമ്മുടെ റീച്ചിലുള്ള ഒരു കാനപ്പി ഡെവലപ്പ് ചെയ്താൽ ലെറ്റ് ഇറ്റ് ഗ്രോ. ഇതിൽ തന്നെ പിന്നെ സംഭവിക്കണം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഷൂട്ട്സ് പെട്ടെന്നൊരു കരുത്ത് വന്നിട്ട് ഈ കാനപ്പിയുടെ ഷേപ്പിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകും. ദാറ്റ് ഹാസ് ടു ബി നമ്മൾ പ്രൂൺഡ്. അപ്പം ഈ ഹാർവസ്റ്റിന് ശേഷമുള്ള പ്രൂണിങ്ങുകളിൽ എല്ലാ ഫ്രൂട്ട് സ്റ്റോക്കുകളുടെയും, അപ്പോൾ ഈവൻ ഫ്രൂട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ബാക്കിലോട്ട് ഒരു 50 സെൻറ്റിമീറ്റേഴ്സ് വെച്ചുള്ള ഒരു കട്ടിങ് കൊടുക്കാം. അതിനുശേഷം സെക്കൻഡറി വാട്ടർ സക്കേഴ്സ് കണ്ടിട്ടുണ്ടാകും, വെറുതെ നല്ല കരുത്തിൽ ഇങ്ങനെ പൊട്ടി വരുന്ന, അത് നല്ല കട്ടിയുള്ള തടിയിൽ നിന്നും കട്ടിയുള്ള ബ്രാഞ്ചസിൽ നിന്നൊക്കെ വരും. അതെല്ലാം ചെയ്യുക. പിന്നെ നോർമൽ ഷേപ്പിൽ നിന്ന് വിട്ടിട്ട് വെർട്ടിക്കൽ ഗ്രോത്തിനുള്ള ഉണ്ട്, ഇതിനൊരു വെർട്ടിക്കൽ ഗ്രോത്ത് ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ അവനെ സപ്രസ് ചെയ്താണ് ഈ നിർത്തിയേക്കണത്. വെർട്ടിക്കൽ ഗ്രോത്തിനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്പേസിങ്ങിൽ ഇത്രമാത്രം സിഗ്നിഫിക്കൻസ്. ഇപ്പം നമ്മൾക്ക് പലപ്പോഴും ഒട്ടും സുപരിചിതമല്ലാത്തൊരു സ്പേസിങ് ആയതല്ലേ 40x40 ഒരു ഏക്കറിൽ ഹാർഡ്ലി 30 പ്ലാന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് അല്ലേ. നമ്മൾ റബ്ബർ ബോർഡ് 180 മരം പറയുമ്പം നമ്മൾ 220 വെച്ചിട്ടുള്ളവരാണ് അല്ലേ. കാരണം നമുക്ക് ഒരെണ്ണം പോയാലോ അല്ലെങ്കിൽ ഈ എണ്ണം കൂടുമ്പോൾ നമുക്ക് ഇത് കിട്ടില്ലേ. പക്ഷേ ഇതിനകത്ത് എക്സ്പെർട്ടൈസ് ഉള്ളവരോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവരോ മനസ്സിലാക്കിയിട്ടുണ്ട് പ്ലാന്റ്സിൻ്റെ നമ്പറിലുപരി ഓരോ പ്ലാന്റിനും എത്ര എക്സ്റ്റെൻസീവായിട്ട് വളരാൻ ഉള്ള സാഹചര്യം ഉണ്ടെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ഒരു സിംഗിൾ പ്ലാന്റ് എത്ര നല്ലപോലെ വളരുന്നോ അതിൻ്റെ സ്പേസിൽ 2-3 വെച്ചാൽ നെവർ യു വിൽ ഗെറ്റ് ഇറ്റ്. അപ്പം സ്പേസിങ്ങിൻ്റെ കാര്യത്തിൽ വലിയൊരു കോംപ്രമൈസിൽ പോകണ്ട. പക്ഷേ നമുക്ക് അതിനകത്ത് ചില ഇടപെടലുകൾ, ഇപ്പോൾ 40x40 ഈസ് ദ ബെസ്റ്റ്. വേണമെങ്കിൽ ഒരു കുറച്ചുകൂടെ കൂടിയാലും കുഴപ്പമില്ല എന്ന് പറയുമെങ്കിലും ഇപ്പം തന്നെ ഒരു ചെറിയ ഒരു തിങ്കിങ് നമുക്ക് വരുന്നുണ്ട്. ബിറ്റ്വീൻ റോസ് ഒരു 40 കൊടുത്തിട്ട് വിത്തിൻ ദ റോ ഒരു 20 കൊടുത്ത് ചെയ്തിട്ട് ആ സംഭവങ്ങൾ ഒരു ഓവർലാപ്പിംഗ് വരുമ്പോഴത്തേനും നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവന് ഒരു സിവിയർ പ്രൂണിങ് സൈഡ് വൈസ് കൊടുത്ത് അവൻ്റെ വെർട്ടിക്കൽ ഗ്രോത്ത് കുറച്ച് നിലനിർത്തി ഒരു 3-4 ഇയേഴ്സ് നമുക്ക് ഈൽഡ് കിട്ടാം. അപ്പോൾ ഈ മുറിക്കുന്നവനെ ഔട്ട്റൈറ്റ് ആയിട്ട് നമ്മൾ മുറിക്കണ്ട, അവനിൽ നിന്നും നല്ലൊരു രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ 40 ബിറ്റ്വീൻ റോസ് ആൻഡ് വിത്തിൻ റോ ഒരു 20 കൊടുത്തിട്ടുള്ള സ്പേസിങ്ങും അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്.
പിന്നെ വേറൊരു കുഴപ്പം, നമ്മുടെ 105 റബ്ബറോ പോലെയല്ല, ഇതിനകത്ത് കുറച്ച് മോശം മഞ്ഞവനെ വെട്ടിക്കളഞ്ഞ് നോക്കാമെന്നുള്ളത് നോക്കി അത്രമാത്രം ഒരു ഇല്ലേ, ചെയ്തിട്ടുള്ളവർക്കറിയാം, അത്രമാത്രം ഒരു ഡിഫറൻസ് കണ്ടിട്ടുണ്ടോ? ഗ്രോത്തിലോ അല്ലെങ്കിൽ കാച്ചു തുടങ്ങിയോ പ്ലാന്റ്സ് തമ്മിൽ നിങ്ങൾക്ക് മാർക്ക്ഡ് ആയിട്ടുള്ളൊരു ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? അപ്പം നമുക്ക് കട്ട് ചെയ്യാൻ ആരെ കട്ട് ചെയ്യും എന്നൊരു കൺഫ്യൂഷൻ വരൂലേ? ഉണ്ടോ? ഉണ്ട്, ഡെഫിനറ്റ്ലി വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് വേറെ ഏത് ചെടിയിലാണെങ്കിലും അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ റബ്ബർ നമ്മൾ 150 റബ്ബർ വെച്ചാൽ ഈ 105 തന്നെ നമുക്ക് തീരെ മോശമുള്ളവൻ എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ റംബുട്ടാൻ NIT നമ്മൾ വച്ച് ഓൾമോസ്റ്റ് യൂണിഫോം ആയിട്ടുള്ള ഒരു ലാൻഡ് നല്ലൊരു കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺഫ്യൂഷനിലാവും ആരെ വെട്ടണമെന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ നിർബന്ധം തന്നെ ഈ ഒരു റോ വിട്ടിട്ടുള്ള റോ നമ്മൾ തിന്നൗട്ട് ചെയ്ത് അതിൽ നിന്ന് അത്യാവശ്യം ഈൽഡ് കിട്ടി മുറിക്കേണ്ടി വരും. പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞ ആരുടെയെങ്കിലും തോട്ടം ഒരു ഈ പറഞ്ഞ സ്പേസിങ്ങൾ, കുറഞ്ഞ സ്പേസിങ്ങൾ റിട്ടൈൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ? ഇതിലേറ്റവും കൂടുതൽ പ്രായമുള്ള തോട്ടമുള്ള ആരുടെയാണ്? ഒരു 12 years ആൻഡ് എബോ, 10 years ആൻഡ് എബോ, 10 years ആൻഡ് എബോ, 10 years ആൻഡ് എബോ. ഓക്കെ, ലാസ്റ്റിൽ ഇപ്പോൾ നിർത്തിയാക്കുന്ന സ്പേസിങ് എത്രയാ? ഏത്? 30 തന്നെ മുട്ടി, 30 മുട്ടി ഇപ്പം തന്നെ. അപ്പം എന്നിട്ട് അത് സിവിയർ പ്രൂൺ ചെയ്തോ? അതെയോ? എന്താ ഇപ്പം അത്? കറക്റ്റ്, അതാണ് കറക്റ്റ്. അപ്പം നമ്മൾ ഈ പ്ലാന്റിൻ്റെ എപ്പോഴും ഈ പ്ലാന്റിൻ്റെ ടെൻഡൻസി വെർട്ടിക്കൽ ഗ്രോത്ത് ഇവനുണ്ട്. അപ്പം നമ്മൾ ഈ സ്പേസിങ് കുറച്ചാൽ ഈ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ എത്ര പ്രൂണിങ് കൊടുത്താലും അതിൻ്റെ ടെൻഡൻസി വെർട്ടിക്കൽ ഗ്രോത്തിനായിരിക്കും. കാരണം നമ്മുടെ ഒരു അടുത്ത പ്രോക്സിമിറ്റിയിൽ ഒരു പ്ലാന്റ് നിൽക്കുന്നു, ഇവന് നമ്മൾ പ്രൂണിങ് കൊടുത്താൽ പോലും അവൻ വെർട്ടിക്കൽ ഗ്രോത്ത്, കാരണം ഇവൻ ഈ ഒരു കോമ്പറ്റീഷനും സൺലൈറ്റിനുമുള്ള ത്രെട്ട് ഇവൻ ഫോർകാസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 40/40 പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ തീരെ കുറച്ച് ഒരു സ്പേസിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബിറ്റ്വീൻ റോസ് ഒരു 40യും വിത്തിൻ ദ റോ ഒരു 20യും കൊടുക്കുക. അതിനുശേഷം കോമ്പറ്റീഷൻ സിവിയർ ആയിട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ റോസിലുള്ളത് തമ്മിലുള്ള ആ ഒരു പോർഷനിൽ നമ്മൾ നിർത്താൻ ഉദ്ദേശിക്കുന്നതിന് വളരാനും കള്ളി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണം അതിൻ്റെ ലാറ്ററൽ ആയിട്ടുള്ള ഒരു നല്ല സിവിയർ പ്രൂണിങ് കൊടുത്ത് അതിൻ്റെ ടോപ്പിൽ നല്ല കുറേ ഫ്രൂട്ട് കുറേ കാലം കിട്ടി എന്തായാലും അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എലിമിനേറ്റ് ചെയ്യുന്നു. ഔട്ട്റൈറ്റ് ആയിട്ടുള്ള എലിമിനേഷൻ ഇല്ല, അത് വരും ഡെഫിനറ്റ്ലി. നമുക്ക് ആ ഒരു 40/40 ലാസ്റ്റ് സ്റ്റേജിലോട്ട് നമ്മൾ എത്തേണ്ടി വരും. അപ്പോൾ അതാണ് ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഞാൻ ഇറിഗേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ പ്ലാന്റിങ് മെറ്റീരിയൽസ്, അപ്പോൾ എൻ്റെ കണക്ക് അഭിപ്രായത്തിൽ N18 ആണ് ഞാൻ ശുപാർശ ചെയ്യണത്. ബാക്കി നിങ്ങൾ ഡിസ്കഷൻ വരുമ്പോൾ അപ്പോൾ നമ്മൾ N18 ഹെൽത്തി ആയിട്ടുള്ള മറ്റെന്താ പറയണേ ഗ്രാഫ്റ്റ് അല്ല ബഡ് മതി. ഓക്കെ, ഗ്രാഫ്റ്റിന് പ്രത്യേകിച്ച് ഒരു ഡിസഡ്വാൻറ്റേജോ നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. നമുക്ക് പോപ്പുലറായിട്ടുള്ള പ്രൊപ്പഗേഷനിൽ ബഡ്ഡിങ് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഈ പറഞ്ഞ ക്വാളിറ്റി, ഇപ്പോൾ N18 എന്ന് പറയുന്നത് തന്നെ N18 ഒറിജിനൽ നല്ല ഹെൽത്തി പ്ലാന്റ്സിൻ്റെ ബഡ് എടുത്തിട്ടുള്ളതാണെന്ന് നമുക്ക് ഉറപ്പ് വരുത്തുക എന്നേ ഉള്ളൂ. അത് നമ്മൾ വിശ്വാസം അതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഫാമുകളിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ, കാരണം ഞാനും ഫാമുകളിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇന്ന ഫാമിലെ ഇന്ന തൈ എന്തെങ്കിലും നമ്മൾ മറ്റ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് പറയുന്ന പോലെ. അപ്പോൾ കുറേ നേഴ്സറികൾ ഇപ്പോൾ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്ന അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഈ ഇൻ്റർവെൻഷനാണ് ഈ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ്, പ്രത്യേകിച്ച് എക്സോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രോപ്പിക്കൽ സൗത്ത് ഈസ്റ്റേൺ ക്രോപ്സ് ഫ്രൂട്ട്സ് ഇത്രമാത്രം പോപ്പുലറായത്. അപ്പം അങ്ങനെയുള്ള ആധികാരികമായ നേഴ്സറികളിൽ നിന്ന് നമ്മൾ മേടിക്കുക. അതാണ് അതിനെക്കുറിച്ച് പ്ലാന്റിങ് മെറ്റീരിയലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നടിയിൽ നമുക്കറിയാം പിറ്റ് സൈസ് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 3 feet സ്ക്വയറായിട്ട് ഒരു 1 meter വരുന്ന സ്ക്വയറായിട്ടുള്ള പിറ്റുകൾ നമ്മൾ എടുക്കുക. പിറ്റുകളിൽ ഫില്ലിങ്ങിൻ്റെ കാര്യത്തിൽ അപ്പോൾ നമുക്ക് എല്ലാ ചെടികൾക്കും ഇതിനെ സംബന്ധിച്ചിടത്തോളം വന്യമായിട്ടുള്ളൊരു ഫോറസ്ട്രി ആയിട്ടും അത് ഓർഗാനിക് മാറ്ററിനെ ഭയങ്കരമായിട്ട് ലാവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓർഗാനിക് മാറ്റർ റിക്വയർമെൻറ്റ് സോയിലിൽ വേണ്ടതാണ്. അപ്പം നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പം തന്നെ നമുക്ക് അതിൻ്റെ ബേസ് അല്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ആ കുഴിയിൽ തന്നെ നമുക്ക് ഓർഗാനിക് മാറ്റർ കൊടുക്കാം. അപ്പോൾ ഈ ഓർഗാനിക് മാറ്റർ എന്ന് പറയുമ്പം നല്ല ക്വാണ്ടിറ്റിയിൽ ഒരു 8 to 10 kg നമ്മൾ ഇനീഷ്യലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല വെൽ റോട്ടൺ ആയിട്ടുള്ള കൗഡങ്ങ്, ഈ പറഞ്ഞ കമ്പോസ്റ്റുകൾ, നമ്മൾ കോഴിക്കാഷ്ടം ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി, വലിയൊരു ക്വാണ്ടിറ്റി നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിലുണ്ട്. അതിനുശേഷം വളർന്നതിന് ശേഷം നമ്മൾ കൊടുക്കുന്നതിൽ കൗഡങ്ങും ഈ കോഴിക്കാഷ്ടവും നമുക്ക് വേണമെങ്കിൽ തുല്യ അളവിൽ നമുക്ക് കൊടുക്കാം. ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഡോളമൈറ്റ് ഈ ഒരു ക്രോപ്പിന് നല്ല രീതിയിൽ കാൽഷ്യം അതുപോലെ തന്നെ മഗ്നീഷ്യം റിക്വയർമെൻ്റ് ഉണ്ട്.
അപ്പോൾ നമുക്ക് ഒന്നുകിലും മഗ്നീഷ്യം സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലൈം കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഡോളമൈറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഡോളമൈറ്റ് ബേസിലായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വേരിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും വേണ്ട ഒരു മൂലകം എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ്. അപ്പോൾ ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്ന ബോൺ മീൽ ക്വാളിറ്റി വൈസൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ബോൺ മീൽ നല്ലതാണെങ്കിൽ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ രാജ്ഫോസ്, ഇപ്പം രാജസ്ഥാൻ റോക്ക് ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ രാജ്ഫോസ് നല്ല സോഴ്സാണ്. 20% അഷ്വേർഡ് ആയിട്ട് ഫോസ്ഫറസ് ഉള്ള ഒരു പ്രോഡക്റ്റാണ് രാജ്ഫോസ്. ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇനീഷ്യലായിട്ടുള്ള ആ ലൈമിങ്, ഓർഗാനിക് മാറ്റർ പ്ലസ് ഈ പറഞ്ഞ രാജ്ഫോസ് നമ്മൾ കൊടുത്ത് നല്ല രീതിയിൽ അതിൻ്റെ പിറ്റ് എപ്പോഴും ടോപ്പ് സോയിലും ഞാൻ ഒരിടത്ത് നട്ടേക്കുന്നത് കണ്ടു. അയാൾ എന്ത് ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴിയെടുത്തിട്ട് ആ കുഴിയെടുത്തതിൻ്റെ ടോപ്പ് സോയിൽ മാറ്റി വെച്ചു, അടി സോയിൽ എടുത്ത് മാറ്റിയിട്ട് എല്ലാത്തിൻ്റെ ഫില്ല് ചെയ്തേക്കുന്ന അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലത്തെ ടോപ്പ് സോയിലും ഉണ്ട് മാത്രം. എന്ന് പറഞ്ഞാൽ പിറ്റ് ഫില്ലിങ് ഫുൾ ടോപ്പ് സോയിൽ വെച്ച് നടക്കണം. അറിയാനുണ്ട് ആ ചെടിയുടെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഗ്രോത്തിൽ. കാരണം ടോപ്പ് സോയിലും ബോട്ടം സോയിലും തമ്മിൽ അത്രമാത്രം വ്യത്യാസമുണ്ട്. ഒന്നാമത്തത് ഓർഗാനിക് മാറ്റർ പ്ലസ് ആ സോയിൽ മൈക്രോഫ്ലോറ ഈ ടോപ്പ് സോയിൽ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളി ചെയ്തേക്കുന്നത് കുഴിയെടുത്തു, ഏകദേശം ഒരു 90 സെൻറ്റിമീറ്ററോളം താഴ്ചയുണ്ട് കുഴിക്ക്. അതിൻ്റെ ആ ബോട്ടം സോയിൽ മുഴുവൻ മാറ്റിയിട്ടിട്ട് അത് ഫില്ല് ചെയ്തപ്പം അതിൻ്റെ അഡ്ജസൻ്റ് ഏരിയയിൽ ടോപ്പ് സോയിൽ ഇട്ടിരിക്കും. കൗടങ്ങ് അതുപോലെ തന്നെ ഓർഗാനിക് മാറ്ററൊക്കെ കൊടുത്ത് നല്ലപോലെ ഫില്ല് ചെയ്തു. പിള്ളക്കുഴി ഉണ്ടാക്കി പിള്ളക്കുഴിയിൽ നമ്മൾ വയ്ക്കുന്നു. ആ പിള്ളക്കുഴി വയ്ക്കുമ്പം തന്നെ നമുക്ക് ഈ ഓർഗാനിക് മാറ്ററും അതുപോലെയുള്ള വേണമെങ്കിൽ നീം കേക്ക്, അതുപോലെ തന്നെ നമ്മുടെ പൗഡേർഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് നട്ട് കേക്ക്, പിന്നെ വാം എന്ന് പറയുന്ന വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസ എന്ന് പറയുന്ന മൈക്കോറൈസ എന്ന് പറഞ്ഞ പേരിടും. അത് റൂട്ടിങ്ങിന് ഭയങ്കരമായിട്ട് ഇത് റംബൂട്ടാൻ അത്ര ആവശ്യമില്ലെങ്കിൽ പോലും എല്ലാ ചെടികളുടെയും റൂട്ടിങ്ങിനെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുന്ന സാധനമാണ് ഈ മൈക്കോറൈസ. അപ്പോൾ നമ്മൾ പിള്ളക്കുഴി ഉണ്ടാക്കി ഇത് പൊട്ടിച്ച് വയ്ക്കണ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഓർഗാനിക് മാറ്ററിൻ്റെയോടൊപ്പം തന്നെ വാമും നമുക്ക് ഇട്ട് കൊടുക്കാം. വെസിക്കുലാർ ആർബസ്കുലാർ ചെറിയ ക്വാണ്ടിറ്റി മതി, ഒരു 20-25 ഒരു 30 ഗ്രാംസ് വാമ് അതിൻ്റെ സൈഡിൽ ഇട്ട് കൊടുത്തു. നമ്മൾ നല്ലപോലെ പ്രസ് ചെയ്ത് വച്ചു, ഒരു സപ്പോർട്ട് കൊടുത്തു. എപ്പോഴും ബഡ് യൂണിയൻ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ കൊടുത്തു. പിന്നീട് നമുക്ക് നോക്കിയാൽ അറിയാം ഇതിൻ്റെ കാര്യമായ പെസ്റ്റുകളൊന്നും ഇല്ലെങ്കിലും ലീഫിൽ ചെറിയ രീതിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കാം. ലീഫിൽ വരുന്ന ഒന്ന് സ്കെയിൽസാണ്, നമ്മുടെ ഊരൻ പോലത്തെ. പിന്നെ വരുന്നത് മീലി ബഗ്സ്, പിന്നെ ലീഫ് ഓരോ പുതിയ തളിര് വരുന്ന സമയത്ത് വരുന്ന കാറ്റർപില്ലേഴ്സ്, പിന്നെ ചില ലീഫ് ഈറ്റിംഗ് വണ്ടുകളുണ്ട്, ബീറ്റിൽസ് ഉണ്ട്, കണ്ടിട്ടുണ്ടോ? ചെറിയ സ്ട്രൈപ്സ് ഉള്ള ചെറിയ വരകളുള്ള വണ്ടുകൾ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മെയിൻലി ഇതിൻ്റെ ലീഫിനെ ബാധിക്കുന്നത്. അപ്പോൾ ആ എയർലി സ്റ്റേജിൽ ഈ ലീഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പം നമുക്കൊരു ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും സിംറ്റംസ് കാണുമ്പോൾ നമുക്ക് ഔട്ട്റൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കെമിക്കൽസ് നമുക്ക് കൊടുക്കാം. ഈവൻ നമ്മുടെ റോഗർ, എക്കാലക്സ്, ഇല്ലെങ്കിൽ നമ്മുടെ ടാറ്റാമിഡ. അപ്പോൾ ഈ തോട്ടത്തിൽ കൃത്യമായിട്ട് പുള്ളി എല്ലാ മന്തിലും ഒരു പ്രസൻസ് ഒന്നും നോക്കാണ്ട് തന്നെ ഈ കെമിക്കൽസ് ഏതെങ്കിലും ഒരു സ്പ്രേയിങ് കൊടുക്കുന്നുണ്ട്. നല്ല ഹെൽത്തി. അതിൻ്റെ ആ 2ാമത്തെ വർഷമായപ്പോഴും സെക്കൻഡ് ഇയർ ആയപ്പം പോലും ആ കവറിലുണ്ടായിരുന്ന ആ ചെടിയുടെ ആ ലീഫ് പോലും എന്ന് പറഞ്ഞാൽ ആദ്യമേ ഉണ്ടായിരുന്ന ഏറ്റവും ബോട്ടം ലെയർ ആ ലീഫ് പോലും പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആ രീതിയിലുള്ള ആ ഒരു കരുത്തുമുണ്ട്. തണ്ടിനൊക്കെ നല്ല കട്ടിയും നല്ല ഡാർക്ക് ഗ്രീൻ കളറും ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്കൊരു പ്രൊഫൈലാറ്റിക്കായിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ ഏതാണ്ട് ഒരു പ്രൂണിങ് തുടങ്ങേണ്ട സമയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെർട്ടിക്കൽ ഗ്രോത്ത് നമുക്കൊരു 4 ഫീറ്റ് 3 to 4 ഫീറ്റ് ഹൈറ്റിൽ വെച്ച് നമ്മൾ മുറിച്ച് ആ മുറിക്കുമ്പം ഡെഫിനറ്റായിട്ടും അതിൻ്റെ താഴത്തോട്ട് കുറച്ച് ലീഫുകളുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഒരു കാരണവശാലും ഈ എന്തെങ്കിലും കാരണവശാലും നമ്മുടെ ഈ ലീഫുകളെല്ലാം ഷെഡ് ചെയ്ത് പോയി ഒരു കൊക്കോയുടെ പോലെ സ്റ്റെമ്മായിട്ട് ഉള്ളതാണെങ്കിൽ നമ്മൾ അതിൻ്റെ കുറച്ചെങ്കിലും ലീഫ് വച്ചിട്ടുള്ള സ്ഥലത്തുനിന്ന് നമ്മൾ കട്ട് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ ബ്രാഞ്ചിങ് ഭയങ്കര ഷൈ ആയിരിക്കും. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കിയോ, ലീഫുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോർക്കറ്റിംഗ് ജംഗ്ഷനുകളോ ഇല്ലാത്ത ബോട്ടം ഭാഗത്ത് നമ്മൾ ബെയറായിട്ടുള്ള ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്താൽ ചിലപ്പം സ്പ്രൗട്ടേ ചെയ്തൊന്നും വരില്ല. ചിലപ്പോൾ സ്പ്രൗട്ടിംഗ് ഉണ്ടെങ്കിൽ ഭയങ്കര ഷൈ സ്പ്രൗട്ടിംഗ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു 2-3 അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലീഫ് അങ്ങ് ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളതിന് ലീഫ് ഫോം ചെയ്ത് അല്ലെങ്കിൽ ലീഫ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ കട്ട് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ കുറച്ച് ഹൈറ്റിൽ വെച്ചിട്ട് കട്ട് ചെയ്യും. അപ്പോൾ എന്നാലാണ് ബ്രാഞ്ചിങ് നല്ലപോലെ ഉണ്ടാവും.
അപ്പോൾ ഒരു 4 ഫീറ്റ് എന്ന് പറയുന്നത് നല്ല സൗണ്ടായിട്ട് വളരുന്നു. താഴത്തോട്ട് നല്ലപോലെ ലീഫ് ഉള്ളതിനാണെങ്കിൽ നമുക്കൊരു 4 അടി ഹൈറ്റിൽ വെച്ചിട്ട് നമുക്ക് മുറിക്കാം. അതിനുശേഷം ഒരു 4 or 5 ഇഷ്ടം പോലെ ചെനപ്പ് പൊട്ടി വരും. അതിലൊരു 4 or 5 ഡിഫറെൻറ്റ് ഡയറക്ഷനുള്ള സാധനങ്ങൾ റിട്ടൈൻ ചെയ്യാം. വീണ്ടും അത് 2.5 ഒരു 3 ഫീറ്റിന് ഉള്ളിൽ വെച്ച് വീണ്ടും കട്ട് ചെയ്യുക. അങ്ങനെ ഒരു 2-3 കട്ടിങ്ങോടെ കൊടുക്കുമ്പോഴത്തേനും ഒരു നോർമൽ ഇതൊരു 2 years ടൈമും കൊണ്ടുള്ള അതിൻ്റെ ഷേപ്പിംഗ് വന്നു. പിന്നെ ടോപ്പപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സിവിയർ പ്രൂണിങ് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഇയറിൽ കുറച്ച് ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും ഉണ്ടാവും. തേർഡ് ഇയർ ആകുമ്പോഴത്തേനും നമുക്കൊരു അത്യാവശ്യം വരും. പിന്നത്തെ നമ്മുടെ ആ ഒരു പ്രൂണിങ് എന്ന് പറയണത് ഈ പറഞ്ഞ ഫ്രൂട്ടിങ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഹാർവസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം വരുന്ന ആ ഫ്രൂട്ടിംഗ് ബ്രാഞ്ചസ് മാത്രം കട്ട് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലത്തെ പൊട്ടി വരുന്ന വലിയ ചെനപ്പുകളും അതിൻ്റെ ഹൈറ്റിനെ എക്സീഡ് ചെയ്ത് വരുന്നതും എല്ലാം കറക്റ്റായിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രൂണിങ് സംബന്ധിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓരോ വർഷവും നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടിയുള്ള രീതിയിൽ ഓർഗാനിക് മാറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 years ഒക്കെ ആകുമ്പോഴത്തേനും നമ്മളൊരു 15 to 20 kg കൗഡങ്ങ് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെയുള്ള ഈക്വൽ പോർഷനിലുള്ള നമ്മുടെ കോഴിവളം, അതുപോലെ തന്നെ നീം കേക്ക് അഫോർഡബിൾ ആണെങ്കിൽ നീം കേക്ക് കൊടുക്കാം. പിന്നെ രാജ്ഫോസ് മസ്റ്റായിട്ട് കൊടുക്കണം. പിന്നെ ഈ ന്യൂട്രിയൻസ് എന്നും പിയും കെയും കിട്ടത്തക്ക രീതിയിലുള്ള കോംപ്ലക്സുകൾ 18, 9, 18 അത് നമുക്ക് കൊടുക്കാം. എല്ലാവരും മന്ത്ലി ഇതിൽ കൊടുക്കാം. എപ്പോഴും ഒന്ന് നമ്മുടെ ആ ഒരു ഫ്രൂട്ടിങ്ങിന് പ്രയറായിട്ടുള്ളൊരു 2 months എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒക്ടോബർ നവംബർ മാസത്തിൽ ഒരു സംഭവം കൊടുത്താൽ പിന്നെ ഫ്ലവറിങ് കഴിഞ്ഞതിന് ശേഷം കൊടുത്താൽ മതി. കാരണം ഇൻ ബിറ്റ്വീനുള്ള ഈ മാസങ്ങളിൽ നമ്മൾ നൈട്രജൻ്റെ അളവുള്ള വളങ്ങൾ ചെന്നാൽ നമ്മുടെ ഫ്ലവറിങ് ബ്രാഞ്ചസിന് പകരം അത് ലീഫുള്ള അല്ലെങ്കിൽ തളിരുകളായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഈ നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ പ്രത്യേകിച്ച് വലിയൊരു മാനുവറിങ് പൊട്ടാഷ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാം. ഒരു കാരണവശാലും നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള വളങ്ങൾ നമ്മൾ ഒന്നും കൊടുക്കാണ്ടിരിക്കാനാണ് നല്ലത്. പിന്നെ നമുക്ക് ഫ്ലവറിങ്ങും സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് സെറ്റ് വരുന്ന സമയങ്ങളിൽ നമുക്ക് ഫോളിയറായിട്ടും കൊടുക്കാം, ബേസലായിട്ടും നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു പീക്കായിട്ട് വളം കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പ്രൂണിങ് കഴിഞ്ഞിട്ടുള്ള ആ സമയമാണ് ഏറ്റവും നല്ല രീതിയിൽ. അപ്പോൾ നമുക്ക് ഓർഗാനിക് മന്യൂറും നല്ലപോലെ കൊടുക്കാം. അതുപോലെ തന്നെ എന്നും പിയും കെയും അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടത്തക്ക രീതിയിൽ ഇപ്പം 3 18, 18 അല്ലെങ്കിൽ ഫാക്ടം ഫോഴ്സും പൊട്ടാഷ്യം കൂടെയോ നമുക്ക് കൊടുക്കാം. പിന്നെ ഈ പറഞ്ഞ പൊട്ടാഷ്യം എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം ക്ലോറൈഡാണ് നമ്മൾ MOP ആയിട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ ഒരു ക്രോപ്പിന് സൾഫർ കണ്ടെയ്നിങ് പൊട്ടാഷാണ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് കാണുന്നത്. ഇപ്പോൾ സൾഫേറ്റ് ഓഫ് പൊട്ടാഷാണ് നമ്മൾ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷിലും കൂടുതലായിട്ട് നമുക്ക് കിട്ടും. ക്ലോറൈഡുകൾ പൊതുവേ ചെടിക്ക് അത്ര ഒരു നല്ലതല്ല, പക്ഷേ ചില ക്രോപ്പുകൾക്ക് കുഴപ്പമില്ല. ഇതിന് ഒരു സൾഫേറ്റ്. പിന്നെ ഇതിൻ്റെ pH പറയുകയാണെങ്കിലും pH ഒരു ന്യൂട്രാലിറ്റി വേണമെന്നില്ല. ഒരു 5.5 to 6.5 pH നിന്നാലും അതാണ് നല്ലത്. ഒരിക്കലും 7 മുകളിലോട്ടുള്ള ഒരു pH ഇതിന് അഭികാമ്യമല്ല. അപ്പോൾ ഒരു 6.5 വരെയൊക്കെ നിൽക്കത്തക്ക രീതിയിലുള്ള ഈവൻ അതുകൊണ്ടാണ് നമ്മൾ സൾഫേറ്റ് അത്യാവശ്യം കൊടുത്താലും കുഴപ്പമില്ല. അത് കുറച്ചൊരു ആസിഡ് ഫോമിംഗ് ആയിട്ടുള്ള ഒരു സോയിലിൻ്റെ ഇതിലോട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ന്യൂട്രിയൻസിൻ്റെ മാനേജ്മെൻറ്റ്. പിന്നെ ഒരു പ്രീ ഫ്ലവറിങ്ങും ഒരു പോസ്റ്റ് ഫ്ലവറിങ് മാനേജ്മെൻറ്റ് പറയുകയാണെങ്കിൽ എപ്പോഴും എല്ലാ ചെടികൾക്കുമുള്ള ഒരു സംഭവം അതിൻ്റെ ഫ്ലവറിങ് അല്ലെങ്കിൽ ഫ്രൂട്ട് മുകുളങ്ങൾ വരാനായിട്ടുള്ള അത് എപ്പോഴും ഒരു ചെറിയ സ്ട്രെസ്സ് അതുപോലെ തന്നെ നൈട്രജൻ്റെ ഒരു കുറവ്. അപ്പോൾ എപ്പോഴും ഈ വെജിറ്റേറ്റീവ് ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും പ്ലാന്റിന് ഫ്രൂട്ടിങ് അല്ലെങ്കിൽ ഫ്ലവറിങ് ടെൻഡൻസി കുറവായിരിക്കും. അപ്പോൾ എല്ലാ ചെടികളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് വെള്ളവും നൈട്രജനും ആ ഒരു സ്റ്റേജിൽ നമുക്ക് അപ്പോൾ ഈ പ്രയർ ടു ഫെബ്രുവരിയാണ് ഇതിൻ്റെ ഒരു ഫെബ്രുവരി മാസമാണ് നോർമലായിട്ടുള്ള ഒരു ഫ്ലവറിങ് പീരീഡെങ്കിൽ അതിന് തൊട്ട് മുമ്പേ ഉള്ള ഡിസംബർ അതുപോലെ തന്നെ ജനുവരി മാസങ്ങളിൽ ഒരു വാട്ടർ സ്കേഴ്സിറ്റി അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു ഇറിഗേഷൻ അധികമായിട്ട് കൊടുക്കാണ്ടിരിക്കുക. പിന്നെ നോർമൽ റെയിൻഫോൾ വന്നാലും ഓക്കെ, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു പീരീഡിൽ തന്നെ നൈട്രജൻ വളങ്ങളും കൂടുതൽ കൊടുക്കാണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു പ്രീ ഫ്ലവറിങ് ഒരു ചെറിയ ഒരു സ്ട്രെസ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത്യാവശ്യം ഫ്ലവറിങ് നല്ലപോലെ വരും. ഈ ഫ്ലവറിങ്ങിൻ്റെ ഫ്ലവർ ബഡ്സ് എമേർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ വെള്ളം കൊടുക്കണം. നല്ലപോലെ പ്രത്യേകിച്ച് ഇതിൻ്റെ ആന്തസിസ് എന്ന് പറയുന്നത് ഈ മെയിൽ ഫ്ലവേഴ്സ് ഓപ്പൺ ചെയ്ത് ആ മെയിൽ ഫ്ലവേഴ്സിൻ്റെ പോളൻ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഫീമെയിൽ ഫ്ലവറിൻ്റെ ആ സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി ഇതും മോയ്സ്ചറുമായിട്ട് ഭയങ്കര കണക്ഷനാണ്.
അപ്പം എപ്പോഴും ഈ ഫ്ലവറിങ് കഴിഞ്ഞ് ഫ്ലവറിങ് അല്ല മറ്റേ ബഞ്ച് എമർജൻസും ഫ്ലവറിങ്ങിൻ്റെ സമയത്ത് സോയിൽ മോയ്സ്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു പീരീഡ് നമ്മൾ വളരെ കറക്റ്റായിട്ടുള്ള ഇത് കൊടുക്കണം. എന്താ പറഞ്ഞാൽ മണ്ണിലെ മോയ്സ്ചർ നിലനിർത്തേണ്ട ഒരു വലിയൊരു ഇതുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയുള്ള പീരീഡുകളിൽ നമുക്ക് നല്ല പോലെ ഇത് കൊടുക്കാം. ഇപ്പോൾ ഫെബ്രുവരി ആയി, മാർച്ചായി, ഏപ്രിൽ, മെയ് ജൂണോടുകൂടി നമുക്ക് ഫ്രൂട്ട് മച്യൂരിറ്റിയിലോട്ട് വരും. ആ പീരീഡുകളിൽ ഈ ബഞ്ചിൻ്റെ ഒരു ബഞ്ചിൻ്റെ കെയർ അപ്പം നോർമലായിട്ട് ഈ റംബൂട്ടാൻ ഫ്ലവേഴ്സിനുള്ള ഒരു പ്രത്യേകത, അതിനകത്ത് നമുക്കറിയാം സെപ്പറേറ്റാണ്, ആൺപെൺ ചെടികൾ സെപ്പറേറ്റാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഈ മെയിൽ ഫേസും ഫീമെയിൽ ഫേസിലും മെയിൽ ഫ്ലവേഴ്സ് സാധാരണത്തിൽ എല്ലാത്തിലും മെയിൽ ഫ്ലവേഴ്സ് കൂടുതലും ഫീമെയിൽ ഫ്ലവേഴ്സ് കുറവുമായിരിക്കും. ഇതിനകത്ത് മെയിൽ ഫ്ലവേഴ്സ് കുറവാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ആ കൃഷിയിൽ അത്രമാത്രമില്ല. ഇപ്പോൾ നമ്മൾ തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ രാജ്യങ്ങളിലൊക്കെ ഈ ആൺപൂക്കൾ കുറവായതുകൊണ്ട് ഓരോ കെമിക്കൽ പ്ലാനോഫിക്സ് പോലത്തെ ഉള്ള കെമിക്കൽ കൊടുത്ത് കുറേ പെൺപൂക്കളെ ആൺപൂക്കളാക്കും. എന്നാലാണ് ഇതിനകത്തൊരു നോർമൽ പോളിനേഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ അത്രമാത്രമില്ല. പക്ഷേ ടെമ്പറേച്ചർ ഭയങ്കര ക്രിട്ടിക്കലാണ് ഈ ആന്തസിസിന് എന്ന് പറഞ്ഞാൽ ഈ പോളൻ ഫോർമേഷനും പോളൻ എമർജൻസിനും സ്റ്റിഗ്മ റിസപ്റ്റിവിറ്റിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജിലെ വാട്ടർ സ്ട്രെസ് കാര്യമായിട്ടുള്ള നമ്മുടെ ഈ പറഞ്ഞ ഫ്രൂട്ട് എന്താ പറയുക സെറ്റിങ്ങിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഈ ഒരു പീരീഡ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. പിന്നെ നോർമലി ഒരു വൺ ടൈം ഫ്ലവറിങ്ങേ ഉള്ളൂ. മറ്റേ ഒരു ചെടിയിൽ തന്നെയും ഏകദേശം യൂണിഫോമിറ്റി ഇന്ന ഒരു ഫ്ലവറിങ് ആണ്, ഒരു പീക്ക് ഫ്ലവറിങ്. പക്ഷേ ഈ വർഷത്തെ ഒരു കാലാവസ്ഥയെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഫ്ലവർ വന്ന് എയർലി ഫ്ലവറിങ് വന്ന ഫെബ്രുവരി ആദ്യം വന്ന ബഞ്ചുകളിലെ ആ ഫ്ലവറുകൾ പിന്നീട് വന്ന ആ ഒരു ഹൈ ടെമ്പറേച്ചറിൽ കരിഞ്ഞു പോയിട്ട് ഇപ്പോൾ രണ്ടാമത് വീണ്ടും ഒരു ചെറിയ ഫ്ലവറിങ് പോലെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യമേ വന്ന ആ ഫ്ലവർ ഫെബ്രുവരി ആദ്യം വന്നു, അത് വിരിഞ്ഞു വന്നു. അതിനുശേഷം നല്ല വെയിൽ വന്നപ്പോഴത്തേന് ആ ഭാഗം കരിഞ്ഞതിൽ നിന്ന് വീണ്ടും നീണ്ടുവരുന്ന പൂക്കളും കൊലകളും വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആ തോട്ടത്തിൽ അത്രമാത്രം കണ്ടില്ല. ഇപ്പോൾ ഈ കറൂറ്റി അവിടെ ഒരു തോട്ടത്തിൽ പോയപ്പം സെക്കൻഡറി വന്നേക്കണം. ഇപ്പോൾ ആ ഫസ്റ്റിലെ വന്നേക്കണതിൽ ഒന്നും ഫ്രൂട്ട് സെറ്റില്ല. ഇപ്പോൾ ഈ സെക്കൻഡറി വന്നേക്കണതിൽ അത്യാവശ്യം നല്ലപോലെ ഫ്രൂട്ട് സെറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൻ്റെ വലിയൊരു പ്രശ്നമുണ്ട്. അവർ നല്ലപോലെ ഇറിഗേറ്റ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ നമ്മൾ ഈ മൈക്രോ സ്പ്രിങ്ക്ലർ നമ്മൾ പ്ലാന്റിൽ കയറ്റി അതിൻ്റെ ഒരു എന്താ പറയുക ഒരു കനപ്പി കവറിലൂടെ ഒരു ഷവർ കിട്ടത്തക്ക രീതിയിൽ കൊടുത്ത അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് അത്ര പ്രാക്ടിക്കലായിട്ട് പറയാവുന്ന ഒരു കാര്യമല്ല. കനപ്പിയിലും കൂടെ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഡ്രിസ്സിൽ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലുള്ള. അപ്പോൾ അങ്ങനെ തന്നെയുള്ള സ്ഥലത്ത് ഞങ്ങൾ നോക്കുമ്പോൾ വേറെ ഒരു തോട്ടത്തിൽ കുറേ വർഷങ്ങളായ തെങ്ങ് നിൽക്കുന്നുണ്ട്. ആക്ച്വലി ഇതിന് ഞാൻ പറഞ്ഞല്ലോ ഒരു ഷെയ്ഡും അതിൻ്റെ പ്രോപ്പർ ഗ്രോത്തില്ല. ആ തോട്ടത്തിൽ ഉയർന്ന തെങ്ങുകൾ നിൽക്കുന്ന ആ തോട്ടത്തിൽ ഈ ആദ്യം വന്നത് തന്നെ നല്ലപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റിലെ വന്നതിൽ തന്നെ സെയിം ഇവർ രണ്ടുപേരുടെയും തോട്ടം തമ്മിലുള്ള ഏക വ്യത്യാസം അതേ ഉള്ളൂ. അതിൽ കുറച്ചൊരു പാർഷ്യലായിട്ടുള്ളൊരു ഷെയ്ഡുണ്ട്. അപ്പോൾ ആ ഒരു പീരീഡിൽ ഈ ഫ്രൂട്ട് സെറ്റിങ്ങിൻ്റെ സമയത്തും ആ പോളിനേഷൻ്റെ ടൈമിലും ഡയറക്റ്റ് ഭയങ്കരമായിട്ടുള്ള സൺലൈറ്റ് യു വിയുടെ ആയിരിക്കണം, അൾട്രാവയലറ്റ് രശ്മികളിലൊക്കെ കൂടുതലുള്ളതുകൊണ്ടായിരിക്കും ഒരു ഇതുണ്ട്. ആ ഒരു പീരീഡിൽ നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് നല്ല രീതിയിൽ സോയിൽ മോയ്സ്ചർ നിലനിർത്തുക. പറ്റുമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു എയർ ഡ്രിസിൽ സ്പ്രിങ്ക്ലിങ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ ഇതിൻ്റെ ഫ്രൂട്ട് മച്യൂരിറ്റിയിലോട്ട് വരികയാണ്. നമുക്ക് മച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ എന്താ പറയുക ഒരു കുരുമുളക് സൈസ്, നമ്മുടെ ഒരു കാപ്പിക്കുരു സൈസ് ഗ്രാജുവലി ഇങ്ങനെ വരും. അപ്പോൾ ഒരു ഷെഡിങ് എന്ന് പറയുന്നത് ഒരു നോർമൽ ഷെഡിങ് പ്രോസസ്സ് എല്ലാ സംഭവങ്ങൾക്കും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഷെഡിങ് ചെടിയുടെ ഹെൽത്തുമായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ചെടിക്ക് എത്രമാത്രം വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, എത്രമാത്രം ഇതിൻ്റെ ഒരു മച്യൂരിറ്റി വരെ എത്തിക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു ഉറപ്പിനനുസരിച്ച് മാത്രമേ അതിൽ പിടിക്കൂ. പിന്നെ വെറൈറ്റി മറ്റ് ടെമ്പറേച്ചർ പാരാമീറ്റേഴ്സൊക്കെ. അപ്പോൾ ഈ N18 എന്ന് പറയുന്ന ആ ഒരു സംഭവം ഏതാണ്ട് 18-20 അല്ലേ, 20 സാധാരണ ഇതിലൊരു 25 ഫ്രൂട്ടിനുള്ളിൽ, 25 വേണ്ട അല്ലേ, 20-22 ഫ്രൂട്ട് ഉണ്ടെങ്കിൽ 1 കിലോ വരും അല്ലേ, നോക്കിയിട്ടുണ്ടോ? ഒരു 45-50 ഗ്രാംസ് എന്തായാലും അത്യാവശ്യം ഉണ്ടാവും. ഇത് തൊടുപുഴക്കാരെങ്കിലും? തൊടുപുഴ എനിക്കറിയാം. ഓക്കെ, നമ്മുടെ സെൻറ്റ് മേരീസിലെ ഡോക്ടർമാർ ചെയ്യണേ. അപ്പോൾ അദ്ദേഹം ഞാൻ ഡിപ്പോളിൽ ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പോൾ പുള്ളി പറയുമായിരുന്നു എനിക്ക് തൂക്കേണ്ട ആവശ്യമില്ല, എൻ്റെ നല്ല ഫ്രൂട്ട്സ് ആണെങ്കിൽ ഒരു 20 എണ്ണം അല്ലെങ്കിൽ 22 എണ്ണം എടുത്ത് വെച്ചാൽ കറക്റ്റാണ്.
1 കിലോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ കിട്ടുമ്പം നമ്മൾ ഫ്രൂട്ടിൻ്റെ നമ്പർ ഒത്തിരി മാത്രം, പക്ഷേ ഒരു മച്യൂർ സ്റ്റേജിലോട്ട് വരുമ്പോൾ ഉള്ള ഷെഡിങ് നമ്മൾ നോക്കണം. ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഷെഡിങ്ങുകൾ അത്യാവശ്യം നോർമൽ സൈസിൽ നോർമലായിട്ടുള്ളൊരു പ്രക്രിയയായിട്ട് വിചാരിച്ചാൽ മതി. അപ്പോൾ ഈ ഷെഡിങ് നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റുന്ന ഒന്ന് ഇതിൻ്റെ പൊട്ടാസ്യം നമുക്ക് ആ സ്റ്റേജുകളിൽ ഒരു once in a month സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്, ഇല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഇപ്പോൾ K14 അല്ലേ, K14 ഉണ്ട്, ഇമ്പോർട്ടഡ് സാധനം അല്ലേ. K14 ഇമ്പോർട്ടൻ്റ് ആണോ? ഇമ്പോർട്ടൻ്റ് അല്ലേ? K14 നല്ല ഒരു സംഭവം. അതുപോലെ തന്നെ ഇവിടെ വച്ചിരിക്കുന്നത് ഇത് രണ്ടെണ്ണം ഞാൻ സാധാരണ ശുപാർശ ചെയ്യുന്ന 2 സാധനങ്ങളാണ്. ഒന്ന് ഈ K14 പിന്നെ ഫ്രൂട്ട് എനർജി അല്ലെങ്കിൽ വൈറ്റൽ എനർജി. ഫ്രൂട്ട് എനർജി, പക്ഷേ വൈറ്റൽ എനർജി ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ്. വൈറ്റൽ എനർജി നല്ലതിനെ അതെ, ഓക്കെ. ഫ്രൂട്ട് എനർജി എന്ന് പറഞ്ഞാൽ അതൊരു മൈക്രോ ന്യൂട്രിയൻ മിക്സാണ്. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ കാൽഷ്യം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാൽഷ്യം ഉള്ള ഒരു മൈക്രോ ന്യൂട്രിയൻറ്റും, സെക്കൻഡ് ഫേസിലോട്ട് പോകുമ്പോൾ നമുക്കൊരു ബോറോൺ കൂടെയുള്ള, എന്തായാലും കാൽഷ്യവും ബോറോണുമുള്ള മൈക്രോ ന്യൂട്രിയൻസ് പ്ലസ് കാൽഷ്യം നമുക്ക് മന്ത്ലി കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സ്പ്രേയിങ് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഈ 1-2 സ്ഥലങ്ങളിൽ ഈ ഫ്രൂട്ട് എനർജിയും വിറ്റൽ എനർജിയും സ്പ്രേയിങ് ഉള്ള തോട്ടങ്ങൾ ഞാൻ കണ്ടു. നല്ല രീതിയിലുള്ള ഫ്രൂട്ട് സെറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാവുന്ന. അപ്പോൾ അതിന് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ K14 ഒരു 2.5 grams per liter ആണെങ്കിൽ ഈ ഫ്രൂട്ട് എനർജി ലിക്വിഡ് അല്ലേ, ലിക്വിഡ് ഒരു 2 ml, ആ ഒരു കോമ്പിനേഷൻ വളരെ ഫലപ്രദമാണ്. നിങ്ങളൊന്ന് തളിച്ച് നോക്കുക. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ ഒരു കറക്റ്റ് സ്റ്റേജ് പറഞ്ഞാൽ നമ്മുടെ കുരുമുളക് സൈസ് കഴിഞ്ഞ് ഒരു ജസ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഈ K14 സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് തന്നെ K14 ഒരു 2.5 gram പ്ലസ് ഈ ഫ്രൂട്ട് എനർജി, ഞാനൊരു കോമൺ പേര് ഞാൻ കണ്ടതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അത് നമ്മുടെ ഈ പറഞ്ഞ കാൽഷ്യം കണ്ടെയ്നിങ് ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് മിക്സ് 2 ml, 2.5 gram K14 2 ml ഈ മറ്റേ വിറ്റൽ എനർജി അല്ലെങ്കിൽ ഫ്രൂട്ട് എനർജി, അത് ഒരു മാസം ഇടവിട്ട് ഏതാണ്ട് നമുക്കൊരു ഏപ്രിൽ മെയ് മാസം വരെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലോട്ട് എത്തുന്നിടം വരെ നമുക്ക് കൊടുക്കാം. ഷെഡിങ്ങും കുറവാണ്, ഫ്രൂട്ടിന് നല്ല ഒരു വളർച്ചയും കിട്ടുന്നുണ്ട്. അതാണ് ആ സമയത്തുള്ള ഒരു പ്ലസ്. വേണമെങ്കിൽ നമുക്ക് മന്ത്ലി വൺസ് സ്യൂഡോമോണസ് ഫ്ലൂറസൻസ് സ്പ്രേയിങ് കൊടുക്കാം. സ്യൂഡോമോണസ് ഫ്ലൂറസൻസ് നമ്മൾ പൗഡർ സാധനം ടാൽക്കം ബേസ്ഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ സെറ്റിൽ ചെയ്തിട്ട് ആ ടാൽക്കം പൗഡർ സെറ്റിൽ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ തെളി എടുത്തിട്ട് നമുക്ക് ഫ്രൂട്ടിൽ നല്ലപോലെ തളിച്ചു കൊടുക്കാം. അപ്പോൾ 2-3 കാര്യങ്ങൾ ഈ സ്യൂഡോമോണാസ് തളിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, സ്യൂഡോമോണാസ് 20 grams ആണ് പൗഡർ, നമ്മുടെ ഡോസ് 20 grams per liter ആണ്. അത് 20 grams per liter വെള്ളത്തിൽ കലക്കി ഒരു 5 minute വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടാൽക്കം പൗഡർ സെറ്റിൽ ചെയ്തിട്ടുള്ള തെളി എടുക്കുക. ഇത് സ്പ്രേ ചെയ്യണം ഈവനിങ് അവേഴ്സിലായിരിക്കണം. വൈകുന്നേര സമയത്തേ ഇത് തളിച്ചിട്ട് കാര്യമുള്ളൂ. ഈവനിങ് അവേഴ്സിൽ എന്ന് പറഞ്ഞാൽ ഒരു 3-3:30 സമയത്ത് ചെയ്യാം. പ്ലസ് ഇതിനോടൊപ്പം തന്നെ സ്വല്പം ഈ തേങ്ങാവെള്ളം, കരിക്കും വെള്ളമാണ് ബെസ്റ്റ്, തേങ്ങാവെള്ളം എങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ 1 ലിറ്ററിന് ഒരു 20 ml എന്നുള്ള രീതിയിൽ തേങ്ങാവെള്ളവും ഒരു 10 gram ഈ പറഞ്ഞ നമ്മുടെ ശർക്കരയും ചേർത്ത് നമുക്ക് സ്പ്രേയും കൊടുത്താൽ വളരെ എഫക്റ്റീവാണ്. കാരണം അതിനൊരു സ്റ്റിക്കിംഗ് ക്വാളിറ്റിയും ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്യൂഡോമോണാസ് നമുക്ക് മന്ത്ലി കൊടുക്കാം. ഈ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് നമുക്ക് മന്ത്ലി കൊടുക്കാം. പിന്നെ ഈ ഇൻ ബിറ്റ്വീൻ സമയത്ത് വേണമെങ്കിൽ നമുക്ക് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ചുവട്ടിലും ഇട്ട് കൊടുക്കാം. ഒരു 100 grams ഒക്കെ ചുവട്ടിലും. കാരണം നമ്മുടെ ഈ കൊടുക്കുന്ന സ്പ്രേ കൊണ്ട് മാത്രം സഫീഷ്യൻ്റ് ആയി വരില്ല. കൂടുതൽ നമുക്ക് കൊടുക്കുമ്പം ഈ ഫ്രൂട്ടിലോട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഇതുണ്ടാവും. അപ്പോൾ കുറച്ച് ചുവട്ടിലും നമുക്ക് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഇട്ട് കൊടുക്കാം. ഈ പൊട്ടാഷും അതുപോലെ തന്നെ കാൽഷ്യവും ബോറോണുമാണ് നമ്മുടെ ഫ്രൂട്ട് ഡ്രോപ്പിന് അല്ലെങ്കിൽ ഫ്രൂട്ട് സെറ്റിന് നമുക്ക് ഏറ്റവും ഐഡിയലായിട്ട് വേണ്ട സാധനങ്ങൾ. അപ്പോൾ ആ സംഭവങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. പിന്നെ ഈ സമയത്ത് തന്നെ ഇതിൽ വരുന്ന 2-3 പ്രശ്നങ്ങളെന്നൊന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ടിൽ അല്ലെങ്കിൽ ആ ഫ്രൂട്ട് ബഞ്ചിൽ വരുന്ന കാറ്റർപില്ലറുകളുണ്ട്, തിന്നുന്ന പുഴുക്കൾ കണ്ടിട്ടുണ്ടോ? ചിലതിൽ നമുക്ക് ശ്രദ്ധിക്കുക പോലുമില്ല. നമ്മുടെ ആ വിരിഞ്ഞു വരുന്ന കൊലകളിലൂടെ ചെറിയ 8-കാലി വല പോലത്തെ വല കൂടുന്ന കണ്ടിട്ടുണ്ടോ? കാണാം. നമ്മുടെ ഫ്രൂട്ടിലെ വല കെട്ടി വരുന്ന പോലെ സംഭവങ്ങൾ കാണാം. അത് സൂക്ഷിച്ച് നിങ്ങൾ നോക്കിയാൽ ചെറിയ പുഴുക്കളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇൻഫ്ലോറസൻസ്
പുഴുക്കളെ കണ്ടിട്ടില്ലേ? അതൊരു മേജറായിട്ടുള്ളൊരു പ്രശ്നമാണ്. പക്ഷേ ആ ഒരു സ്റ്റേജ് ഹൈലി സെൻസിറ്റീവാണ്. കാരണം നമ്മുടെ ഇതിൻ്റെ പോളിനേറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? ഹണീബിയാണ്. വേറെ ഒരു സോഴ്സും ഇല്ല. നമുക്ക് ജാതിക്കാണെങ്കിൽ വിൻഡ് പോളിനേറ്റഡ് ആണ്, നമ്മുടെ പെപ്പറിനാണെങ്കിൽ റെയിൻ വാട്ടർ പോളിനേറ്റഡ് ആണ്. പക്ഷേ റംബൂട്ടാൻ ഈസ് ഓൾമോസ്റ്റ് 100% ഇൻസെക്റ്റ്. 100% ഇൻസെക്റ്റ് പോളിനേഷനിലും ഏതാണ്ട് 99%ഉം ഹണീബീസാണ്. അപ്പോൾ ഈ ഒരു ടൈം ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് നമുക്കിവിടെ കെമിക്കൽ യൂസ് കുറച്ച് ഒരു പ്രോബ്ലമാറ്റിക്കാണ്. അപ്പോൾ ഈ പുഴുക്കൾക്ക് നമ്മൾ ബയോപെസ്റ്റിസൈഡ്സിൽ നമുക്ക് ബിവേറിയ ആണ് നമുക്ക് സ്പ്രേയും കൊടുക്കാവുന്നത്. പക്ഷേ ഇതിന് ബിവേറിയ അത്രമാത്രം ഇത് വരുന്നില്ല. പിന്നെ അത്യാവശ്യം ഹണി ഫ്രണ്ട്ലിയും ഈ പുഴുക്കൾക്കെതിരെ എഫക്റ്റീവുമായിട്ടുള്ള ഒരു കെമിക്കൽ ക്ലോറാന്ത്രാനിറിപ്പോൾ വിഭാഗത്തിലുള്ള കൊറാജൻ എന്ന് പറയുന്ന കെമിക്കൽ അത്യാവശ്യം നമ്മൾ ഈ സംഭവത്തിന് എന്താ പറയുക, ഹണിബീക്ക് അത്രമാത്രം പോയിസണസ് അല്ല. അപ്പം പീക്ക് ആയിട്ടുള്ള ഹണിബി ആക്ടിവിറ്റി തീരുന്ന എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സിൻ്റെ ഓപ്പണിങ്ങും നെക്ടർ പ്രൊഡക്ഷനും ഏതാണ്ട് 2-2:30 ഒക്കെ ആകുമ്പോഴത്തേനും ഓൺ എ ഡെയിലി ബേസിസിൽ കുറയും. അപ്പോൾ ആ ഒരു 3 സമയത്തൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ, അതും പറ്റുമെങ്കിൽ ആ ഒരു പീക്ക് ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് ഫ്ലവറിംഗ് ഒക്കെ ഒന്ന് കഴിഞ്ഞ് ജസ്റ്റ് ഫ്രൂട്ട് സെറ്റ് തുടങ്ങുന്ന സമയത്ത് കൊടുക്കാം. അപ്പോൾ ഈ കൊറാജൻ എന്ന് പറഞ്ഞ സാധനം വേണമെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ K14-ഉം നമ്മുടെ ഈ പറഞ്ഞ ഫ്രൂട്ട് എനർജിയും കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കൊടുക്കാം. ഇതിൻ്റെ ഡോസ് പ്രത്യേകം ശ്രദ്ധിക്കുക. 3 ml മാക്സിമം 4 ml per 10 liters. 10 ലിറ്ററിന് 3 to 4 ml മതി കൊറാജൻ. പുഴുക്കൾക്കെതിരെ വളരെ ഫലപ്രദമാണ്. അത് ആ ഒരു സ്റ്റേജിൽ വെച്ച് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഉള്ളത് ഈ ഇൻഫ്ലോറസൻസിൽ തന്നെ വരുന്ന മീലി മൂട്ടകളുണ്ട് അല്ലേ? മീലി ബഗ് ഇതിൻ്റെ പറയാമെങ്കിൽ ഒരു പെസ്റ്റ് എന്ന് നമുക്ക് എടുത്ത് പറയാവുന്ന. അപ്പോൾ ഈ മീലി മൂട്ടകൾ എന്ന് പറഞ്ഞാൽ സാപ്പ് സക്കിങ് ആണ്. അതിൻ്റെ ആ പുറത്ത് കാണുന്ന വെള്ളം മുഴുവൻ വാക്സിൻ്റെ ഫ്ലേക്സാണ്, മെഴുകിൻ്റെ ഫ്ലേക്കുകളാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈവൻ നമ്മളൊരു ഹൈലി എന്താ പറയുക ടോക്സിക് ആയിട്ടുള്ള ഒരു കെമിക്കൽ കൊടുത്താൽ ഇത് വിസ്റ്റാൻഡ് ചെയ്യണതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ആ ഫ്ലേക്സ് ഇതിനെ വിസ്റ്റാൻഡ് ചെയ്യും. എന്നാൽ ആ ഫ്ലേക്സ് ഏറ്റവും എളുപ്പത്തിൽ പോകാൻ പറ്റിയതാണ് സോപ്പ് സൊല്യൂഷൻ. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും മീലിമുട്ട ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഒരു 5 ഗ്രാം സോപ്പ് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചത് കൊണ്ട് സ്പ്രേ ചെയ്തോ, ഒരു 2 മണിക്കൂറിനുള്ളിൽ ആ മീലിമുട്ട ചുങ്ങി തുണി പോലെയാവും. അത്ര എഫക്റ്റീവാണ്. അപ്പം മീലിമുട്ടയ്ക്ക് ഒരു ഇനീഷ്യൽ സ്പ്രേയിങ് വിത്ത് സോപ്പ് സൊല്യൂഷൻ നമ്മൾ കൊടുത്ത് അതിൻ്റെ പുറകെ നമ്മുടെ വെട്ടിസീലിയം എന്ന് പറയുന്ന മിത്രകുമിളാണ് നമുക്ക് ഈ മീലിമുട്ടയ്ക്കെതിരെ നമുക്ക് ഫലപ്രദമായിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഒരു മുന്നോടിയായിട്ട് ഒരു സോപ്പ് സൊല്യൂഷൻ സ്പ്രേയിങ്ങും, സോപ്പ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 1 ലിറ്ററിൽ 5 ഗ്രാം. അപ്പോൾ 5 ഗ്രാം ഒരു ചെറിയ കഷ്ണം ബാർ സോപ്പ് ചെറിയ പീസസ് ആക്കി ഒരു ചെറു ചൂടുവെള്ളത്തിൽ നല്ലപോലെ ലയിപ്പിച്ചിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നല്ലപോലെ കലക്കി ഒരു സ്പ്രേയും കൊടുത്ത് അതിൻ്റെ പുറകെ വെട്ടിസീലിയം ഒരു സ്പ്രേയും കൂടെ കൊടുത്താൽ നമുക്കിതിനെ, അപ്പോൾ നമ്മൾ ഈ ഫ്ലവറിങ്ങിന് മുന്നേ തന്നെ ഈ മീലി ബഗിൻ്റെ അറ്റാക്കും, ഈ മീലി ബഗിനെ മുഴുവൻ ട്രാൻസ്പോർട്ട് ചെയ്യണതും ഉറുമ്പുകളാണ്. അപ്പം പ്രത്യേകിച്ച് കരിയുറുമ്പ് കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇതിൻ്റെ ബേസൽ പോർഷനിലും പിന്നെ തെങ്ങും തോട്ടം നിൽക്കുന്ന, പ്രത്യേകിച്ച് തെങ്ങും തോട്ടം ഉള്ളിടത്ത് ഈ തെങ്ങിൻ്റെ ആ ഉള്ളിലൂടെ മുഴുവൻ ഈ കരിയുറുമ്പുണ്ടാവും. അപ്പം അത് നമ്മൾ നോക്കണം. അപ്പോൾ ഈ പറഞ്ഞ ഉറുമ്പിൻ്റെ കൺട്രോളും ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഉറുമ്പാണ് ഇതിനെ മുഴുവൻ, എവിടെ ഇരിക്കുന്ന ഒരു മീലി മൂക്കം ഉണ്ടെങ്കിൽ അതിന് പറക്കാനുള്ള വിങ്സ് ഇല്ല, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ മുഴുവൻ നടത്തുന്ന ഉറുമ്പുകളാണ്. അപ്പോൾ ഈ മീലിമൂട്ട പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഉറുമ്പ് ആക്രമിക്കുന്നില്ലെങ്കിലും ഇതിനെ എല്ലാ ഫ്രഷായിട്ടുള്ള പോയിന്റുകളിലും എത്തിക്കുന്നത് ഉറുമ്പുകളാണ്. അപ്പോൾ ഉറുമ്പിനെ നമുക്ക് ഉറുമ്പെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ തോന്നുന്ന ഒരു കെമിക്കൽ ഫിപ്രോണിലാണ്. ജമ്പ് അല്ലേ? ജമ്പ് കേട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഹണിബി, വെറുതെ നിങ്ങൾ ഫിപ്രോണിൽ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആദ്യമേ തന്നെ കാണുന്ന സെൻറ്റൻസ് ഹണിബി കോളനി ഡിക്ലൈൻ ഡിസോർഡർ എന്നാണ്. അത്രമാത്രം ഈ ഹണിബീസിന് അഫക്റ്റഡ് ആവുന്ന ഒരു കെമിക്കലാണ്. അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഉറുമ്പിന് ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സോഷ്യൽ ഇൻസെക്ട്സ്, കോളനി ഇൻസെക്ട്സ് ഒക്കെ നമുക്കറിയാം. അതിപ്പം ഒരു കൂനൻ ഉറുമ്പ് നമ്മുടെ തോട്ടത്തിലോ മുറ്റത്തോ വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അവസാനം എവിടെയായിരിക്കും? ഒരു മരത്തിൻ്റെ ചുവട്ടിൽ മണ്ണെല്ലാം എടുത്തിട്ടുള്ളൊരു വലിയ കോളനി ആയിരിക്കും. അപ്പോൾ അത് പുറത്തോട്ട് വന്ന് ഇങ്ങനെ ഫുഡ് കളക്ട് ചെയ്യുന്നു, തിരിച്ച് കോളനിയിലോട്ട് പോകുന്നു. അപ്പോൾ ഈ ഫിപ്രോണിൽ അല്ലെങ്കിൽ ജമ്പെന്ന് പറഞ്ഞ കെമിക്കൽ ഇതിനുള്ള ഒരു സവിശേഷത എന്നാന്ന് ചോദിച്ചാൽ, അത് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസെക്റ്റ് പോയിസൺഡ് ആയിക്കഴിഞ്ഞാൽ അതൊരു സ്ലോ ആക്ടിങ് ഇൻസെക്ടിസൈഡാണ്.
അപ്പോൾ ഈ ഇൻസെക്റ്റിന് തിരിച്ച് അതിൻ്റെ കോളനിയിൽ ചെല്ലാനുള്ള സമയം കിട്ടും. കാരണം ആ മീൻ ടൈമിൽ അത് ചാവില്ല. പിന്നെ ഈ സോഷ്യൽ ഇൻസെക്ട്സിനൊക്കെ ഉള്ള വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഡെഡ് ബോഡിയും അത് ഉപേക്ഷിച്ചിട്ട് പോവില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ ഉറുമ്പ് മറ്റ് കോളനി ഇൻസെക്ട്സ് ഒക്കെ ആ ഡെഡ് ബോഡി തിരിച്ച് കോളനിയിൽ കൊണ്ടുപോകും. അപ്പം ഈ ഫിപ്രോണിൽ പോയിസൺഡ് ആയിട്ടുള്ള ഒരു ഇൻസെക്റ്റ് ആ ഇൻസെക്റ്റ് ആസച്ചും പോകും, ഡെഡായിട്ട് പോയിസൺഡ് ആയിട്ടുള്ള അതിനെയും കൊണ്ടുപോകും. ഇൻ എഫക്റ്റ് ഒരു കോളനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 4 or 5 ആൻഡ്സ് പോയിസൺഡ് ആയിട്ടുണ്ടെങ്കിൽ ആ കോളനി, അങ്ങനെയാണ് ഈ ഫിപ്രോണിൽ കെമിക്കൽ കൊണ്ടുള്ള ആക്ടിവിറ്റി. ഇതേ പ്രശ്നം തന്നെയാണ്. ഒരു ഹണി ബി പോയിസൺഡ് ആയിട്ടുണ്ടെങ്കിൽ ആ കോളനി തീരും. അപ്പം അത്രമാത്രം ഈ ഫിപ്രോണിലിനൊരു പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും കാരണവശാൽ അപ്പോൾ ഈ ചെടികളിലുള്ള ആൻഡ്സിനെങ്ങാൻ നമ്മൾ ഈ പറഞ്ഞ ഫിപ്രോണിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അത് എക്സ്പോസ്ഡ് ആയിട്ട് ചെയ്യരുത്. ഇതിൻ്റെ ബേസൽ പോർഷനിൽ അതിലൂടെ ക്രീപ്പ് ചെയ്ത് കയറുന്ന അതിൻ്റെ ചുവട്ട് ഭാഗത്ത് മാത്രം നമ്മൾ തളിച്ചു കൊടുക്കുക. അപ്പോൾ ആ ചുവട്ടിൽ തളിച്ചു കൊടുത്താൽ മതി, എക്സ്പോസ്ഡ് ആവാണ്ട്. അവിടെ ഒരു 10 ഉറുമ്പ് പോയിസൺഡ് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ കോളനി തീരും. പിന്നെ നമ്മുടെ ഹാർബറിങ് ആയിട്ടുള്ള മറ്റ് മരങ്ങൾ, ഇൻ ബിറ്റ്വീൻ മരങ്ങൾ നിൽക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഞങ്ങൾ പോയ ഒരു തോട്ടത്തിൽ തെങ്ങ്, ഒരുപക്ഷെ നിങ്ങൾ അറിയാമായിരിക്കും, കറുകുറ്റിക്കാരെങ്കിലും ഓക്കെ, കറുകുറ്റിയിൽ ഉണ്ട് പാലാട്ടി ഹോർമീസ്. ആ പുള്ളി ഫസ്റ്റിൽ ഒരു 300 രാംഗംഗ തെങ്ങ് വച്ചു. രാംഗംഗ കേട്ടിട്ടുണ്ട് അല്ലേ? ആന്ധ്ര വെറൈറ്റിയാണ്. അപ്പോൾ അത് വച്ച് ഏകദേശം ഒരു 4-5 വർഷം കൊണ്ടാണ് പുള്ളി ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കിയത്. തെങ്ങിനെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കുക എന്ന് പറയണത് വലിയൊരു ടാസ്ക്കാണ് അല്ലേ? ചെല്ലുകൾ 2 കൂടെ കൂടി. അപ്പോൾ അങ്ങനെ പുള്ളി അതിനിടയിലോട്ട് ഇത് വെച്ചു, റംബൂട്ടാൻ വെച്ചു. അപ്പോൾ റംബൂട്ടാൻ വെച്ച് കഴിഞ്ഞപ്പം തെങ്ങുകൾ പിന്നെ പോക്കി. പിന്നെ പുള്ളി തെങ്ങിലുള്ള ശ്രദ്ധ കൊഴിഞ്ഞു. പുള്ളി വളരെ കറക്റ്റായിട്ട് എല്ലാ മാസവും അതിനകത്ത് ഈ ചെല്ലിക്കെതിരെയുള്ള ഇൻസെക്ടിസൈഡൊക്കെ കൊടുക്കാറ്. അപ്പോൾ ഈ തെങ്ങുകളിൽ ഈ കരിയുറുമ്പ് ഭയങ്കരമായിട്ടായി. അപ്പം എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പുള്ളി ഈ സ്പ്രേയിങ് ഒക്കെ ഈ ചെടികളിലൊക്കെ കൊടുത്തെങ്കിലും ഇത് കുറേ ഈ തെങ്ങിലുമൊക്കെ കയറി ആ തോട്ടത്തിൽ നല്ലപോലെ ഉറുമ്പ് വന്നു. അതനുസരിച്ച് മീലി ബഗിൻ്റെ അറ്റാക്കും ഭയങ്കര കൂടുതലായി. അപ്പം നമ്മൾ ഈ 2 സാധനങ്ങളെ നമ്മൾ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യണം. അപ്പോൾ ആ ആൻറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ കെമിക്കൽ ഉപയോഗിക്കാം, ഫിപ്രോണിൽ നല്ല എഫക്റ്റീവാണ്. പക്ഷേ ഒരു കാരണവശാലും അത് എക്സ്പോസ്ഡ് ആവരുത്. അത് നല്ല കൺസീൽഡ് ആയിട്ടുള്ള അതിൻ്റെ ബേസൽ പോർഷനിൽ നമുക്ക് സ്പ്രേയിങ് കൊടുക്കാം. പിന്നെ മീലി ബഗിന് ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ, ക്ലോർപൈറിഫോസ്, ഹിൽബാൻ എന്ന് പറഞ്ഞ കെമിക്കൽ നല്ലതാണ്. പീക്കായിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റി, ഹണി ബി ആക്ടിവിറ്റി കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാം ഇനി ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ മച്യൂരിറ്റി സ്റ്റേജിലോട്ട് വരുമ്പോഴത്തേനും ആ മുള്ളുകളുടെ ഇടയിൽ മുഴുവൻ കാണുന്ന ആ വെളുത്ത ജീവി എന്ന് പറഞ്ഞത് മീലിമൂട്ടയാണ്. അത് നമ്മുടെ ഫ്രൂട്ട് ഭയങ്കര ഷിവൽഡ് ആവും. അതുകൂടാണ്ട് തന്നെ ഫ്രൂട്ടിൽ ഒരു ഡേർട്ടി ബ്ലാക്ക് കളർ വരും, കണ്ടിട്ടില്ലേ? ഫ്ലവറിൽ വരുന്നു. അതും ഭയങ്കരമായിട്ട് നമ്മുടെ മാർക്കറ്റ് ഇതിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ വരുമ്പോഴും തുടക്കം. അപ്പം നമ്മുടെ തോട്ടത്തിലെ പെസ്റ്റ് എന്ന് പറയുന്നതിലും മീലിമൂട്ടയാണ്. അപ്പോൾ ആ മീലിമൂട്ട ഏത് സ്റ്റേജിൽ കാണുകയാണെങ്കിലും, ഇനി ഈ ചെറിയ പ്ലാന്റ്സിൻ്റെ ലീഫിൻ്റെ അടിഭാഗത്ത് കാണാം. അങ്ങനെയുള്ളതിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞ പോലെ സോപ്പ് സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊണ്ട് നോക്കിയേ. ആ 2 മണിക്കൂറിനുള്ളിൽ നമ്മളൊരു ടാറ്റാമിഡയോ അല്ലെങ്കിൽ ഈ കോൺഫിഡോർ പോലത്തെ അല്ലെങ്കിൽ ഹിൽബാൻ സ്പ്രേ ചെയ്താൽ ഇത് വിസ്റ്റാൻഡ് ചെയ്യും. അതേസമയം ഈ സോപ്പ് സൊല്യൂഷൻ സ്പ്രേയിങ് കൊടുത്തതിന് ശേഷം ഒരു കെമിക്കൽ കൊടുത്താൽ ഒരെണ്ണം പോലും ഉണ്ടാവില്ല. അത്ര എഫക്റ്റീവായിട്ടുള്ള സാധനം. അപ്പം തോട്ടത്തിലെ ഈ മീലിമൂട്ടയുടെ ആക്രമണം നമ്മൾ നല്ല പോലെ നിയന്ത്രിക്കണം. കാരണം അത് ഫ്ലവറിങ് സ്റ്റേജിലും അതുപോലെ തന്നെ ഫ്രൂട്ട് സെറ്റിൻ്റെ സ്റ്റേജിലും അതുപോലെ തന്നെ ഫ്രൂട്ട് മച്യൂരിറ്റിയുടെ പീരീഡിലും നമുക്ക് അഫക്റ്റഡ് ആവും. ഫ്രൂട്ട്സ് കുറച്ചൊന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്യാവശ്യം ഏതെങ്കിലും കെമിക്കൽ ഉപയോഗിക്കാം. വെർട്ടിസീലിയം ആണ് നമ്മുടെ മിത്ര കുമിളുകളിൽ ഈ പറഞ്ഞ സക്കിങ് പെസ്റ്റുകൾക്കെല്ലാം, പ്രത്യേകിച്ച് മീലിമൂട്ടയ്ക്ക് എതിരെയുള്ളത്. അപ്പോൾ ഇനീഷ്യലായിട്ടുള്ള ഒരു കെമിക്കൽ സ്പ്രേയിങ് ഫോളോഡ് ബൈ ഒരു വെർട്ടിസീലിയം സ്പ്രേയിങ്. വെർട്ടിസീലിയം ലിക്വിഡ് ആണെങ്കിൽ 5 ml, പൗഡർ ആണെങ്കിൽ 20 grams/liter സ്പ്രേയിങ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇൻഫ്ലോറസൻസും അതുപോലെ ഫ്രൂട്ട് സെറ്റ് സമയത്ത് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ആ ക്രിട്ടിക്കൽ പീരീഡിൽ, അപ്പോൾ ഒരു ചെടിയിൽ കൂടുതലായിട്ടുള്ള ഈ മച്ചിക്കായ ഉണ്ടായാൽ നിങ്ങൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഒന്ന്, അതിൻ്റെ ഫ്രൂട്ട് സെറ്റിംഗ് സ്റ്റേജിൽ വാട്ടർ സ്ട്രെസ് ഉണ്ടായിട്ടുണ്ട്. സെക്കൻഡ്, അതിൻ്റെ ഫ്രൂട്ട് സെറ്റിംഗ് സമയത്ത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ 2 കാരണം കൊണ്ടാണ് മച്ചിക്ക കൂടുതൽ വരുന്നത്. പിന്നെ ചില വെറൈറ്റിക്കുണ്ട്, ഓക്കെ വിട്ടേക്കുക. ബാക്കി ജനറലി ഈ മച്ചിക്ക ഉണ്ടാവുന്നതും ഇമ്മച്ചുവറായിട്ടുള്ള ഫ്രൂട്ട് സെറ്റ് ചെയ്യണതും ഇമ്മച്ചുവറായിട്ടുള്ള ഫ്രൂട്ട് റൈപ്പൻ ചെയ്യണതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സംഭവങ്ങളാണ്. അപ്പോൾ പൊട്ടാഷ്യം അതുപോലെ തന്നെ ഈ കാൽഷ്യവും ബോറോണും കിട്ടത്തക്ക രീതിയിലുള്ള സ്പ്രേയിങ്ങുകൾ കൊടുത്തോളുക. അപ്പോൾ ഈ K14 ഈ പറഞ്ഞ ഈ കാൽഷ്യം ബേസ്ഡും ബോറോൺ ബേസ്ഡ് ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസും കോമ്പാറ്റബിളാണ്.
ഈ കൊറാജൻ എന്ന് പറഞ്ഞ ഇൻഫ്ലോറസൻസിൽ വരുന്ന കാറ്റർപില്ലർക്ക് നമ്മൾ കൊടുക്കുന്ന മാക്സിമം 4 ml per 10 liters എന്നുള്ള സാധനവും ഇതിൻ്റെ കൂടെ കോമ്പാറ്റബിളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രൊട്ടക്ഷനും നമുക്ക് ഇതിന് കൊടുക്കാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫ്രൂട്ട് സെറ്റിംഗ് തൊട്ടുള്ള ഫ്രൂട്ട് മച്യൂരിറ്റി വരെയുള്ള പീരീഡിൽ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ആക്ടിവിറ്റീസാണ് കൊമേഴ്ഷ്യലായിട്ടുള്ള നമ്മുടെ ഇതിൻ്റെ കൾട്ടിവേഷനിൽ അനുവർത്തിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇനി നമുക്കൊരു 10-15 മിനിറ്റ്സ് വേണമെങ്കിൽ റംബൂട്ടാനെ കുറിച്ച് പറഞ്ഞിട്ട് ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് മംഗോസ്റ്റീനിലോട്ടൊന്ന് പോകാം. അതെയോ റംബൂട്ടാൻ തന്നെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. ഈ പറഞ്ഞതൊന്നും ഫൈനൽ വേർഡല്ലേ, നിങ്ങളുടെ എല്ലാവരുടെയും എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസുകളും ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യണം. അപ്പോൾ ആരാ തുടങ്ങണേ? ഞാൻ ഇടയിൽ വന്നുകൊണ്ട് മുഴുവൻ കേൾക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് കറക്റ്റ് അറിഞ്ഞൂടാ. ഈ ഫ്രൂട്ട് എനർജി അത് ഫ്രൂട്ടിൻ്റെ സ്വീറ്റ്നെസ് കൂട്ടുമോ? ഇല്ല. അതിനകത്ത് എന്താ ഉള്ളത്? കാൽഷ്യം, അതുപോലെ തന്നെ നമ്മുടെ സിങ്ക്, കോപ്പർ, ബോറോൺ, അതുപോലെ തന്നെ മഗ്നീഷ്യം. അപ്പൊ വേണ്ട പ്രൈമറി അല്ലാത്ത സെക്കൻഡറി മൈക്രോ ന്യൂട്രിയൻസ് ഉള്ള സാധനം. അപ്പൊ അത് ഒരു ഫാമേഴ്സ് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. അപ്പൊ നമ്മൾ വീക്കായിട്ട് ഫ്രൂട്ട് സെറ്റിങ്ങിന്റെ സമയത്തും ആ ടേസ്റ്റിന് വരുന്ന പൊട്ടാസ്യമാണ്. പൊട്ടാസ്യത്തിനാണ് നമ്മൾ പൊട്ടാസ്യം സൾഫേറ്റ് അല്ലെങ്കിൽ സൾഫേറ്റ് ഓക്കെ. അപ്പം ഈ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് അല്ലെങ്കിൽ ഈ K14 നമ്മൾ കൊടുക്കുന്നത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള പൊട്ടാഷ് കിട്ടാൻ, പ്ലസ് നമ്മൾ ഈ ഫ്രൂട്ട് എനർജി അല്ലെങ്കിൽ വൈറ്റൽ എനർജി എന്ന് പറയുന്ന സംഭവം ഒരു മൈക്രോ ന്യൂട്രിയൻ്റ് മിക്സാണ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. അപ്പം K14 ആണെങ്കിൽ നമുക്കൊരു 2.5 grams പ്ലസ് ഫ്രൂട്ട് എനർജി ഒരു 2 ml കൊടുക്കാം. സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് 3 to 4 grams വരെ കൊടുക്കാം. K14 ആണെങ്കിൽ 2.5 grams. ഇപ്പോൾ ഇനിയും എല്ലാവർക്കും വരാൻ പോണ ഒരു പ്രശ്നമാണ് ഫ്രൂട്ട് ഡ്രോപ്പ്. ഇപ്പോൾ 2 മഴ കഴിഞ്ഞു, അപ്പോൾ പതുക്കെ ആ അറ്റത്ത് ചെറുതായിട്ട് കറുത്ത് തുടങ്ങും. വീഴുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ അറ്റത്ത് കറക്കാൻ തുടങ്ങും. അതിന് എന്താണ് ഐഡിയൽ സൊല്യൂഷൻ? അത് എപ്പോൾ ചെയ്യണം? അപ്പോൾ ഈ ഫ്രൂട്ട് ഡ്രോപ്പ് ഫ്രൂട്ട് ഡ്രോപ്പ് ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഫ്രൂട്ട് സെറ്റിന് മുമ്പ് നോർമലായിട്ടുള്ള ഒരു ഷെഡിങ് ഉണ്ട്. ഫ്രൂട്ട് സെറ്റിങ് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞ ഇനി നെക്സ്റ്റ് സ്റ്റേജിലോട്ട് വരുന്നത് 2 നോക്കിയറിയാം. ഈ ഡിസ്റ്റൽ എൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ചെടിയുടെ സ്റ്റോക്കുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ തണ്ടുമായിട്ട് ചേർന്നെടുത്ത് ഒരു ബ്ലാക്ക് ഡിസ്കളറേഷൻ വന്ന് വീഴുന്നുണ്ട്. ഈ എപ്പിക്കലായിട്ട് ഇതിൻ്റെ അറ്റഭാഗത്തെ പച്ച നാരുകൾ ഉണങ്ങിയിട്ട് വീഴുന്നുണ്ട്. അപ്പോൾ ഇത് ഡിസ്റ്റൽ എൻഡ് റോട്ടും ഇത് നമ്മുടെ എന്താ പറയുക ഫാർ എൻഡ് റോട്ട് എന്ന് പറയുന്നത്. ഇത് രണ്ടിൻ്റെയും മെയിൻ റീസൺ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറാണ്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, ഇൻ്റർമീഡിയറ്റ് ഉള്ള റെയിൻഫോൾ. അപ്പോൾ ഇതിൽ നമ്മുടെ നിയന്ത്രണത്തിൽ നമുക്ക് ചെയ്യാവുന്നത് ഇതിനുള്ള ഫംഗൽ അല്ലെങ്കിൽ സെക്കൻഡറി വരുന്ന ഇൻഫെക്ഷനുകളെ നോക്കാനായിട്ടുള്ളതാണ്. അതിന് നമ്മൾ കൊടുക്കാവുന്നത് സ്യൂഡോമോണാസ്. അതിന് ഈ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം ഈ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുമ്പം കുറച്ച് ഡ്രോപ്പ് കുറയും. കാരണം ഈ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഡ്രോപ്പിംഗ് പോകും. പ്ലസ് സ്യൂഡോമോണാസ് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ട് വരും. അപ്പം ഒരു മാസത്തിൽ എന്താ പറയുക ഒരു 15-20 ഡേയ്സ് ഗ്യാപ്പിൽ ഈ പറഞ്ഞ K14 സംഭവങ്ങൾ. അപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം ഈ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് അല്ലെങ്കിൽ പൊട്ടാഷ് പ്ലസ് മൈക്രോ ന്യൂട്രിയൻ പ്ലസ് ഒരു പ്രാവശ്യം 20 grams per liter എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ 5 ml per liter എന്നുള്ള രീതിയിൽ സ്യൂഡോമോണാസും. ഈ 2 നമ്മൾ മാറി കൊടുത്താൽ നമുക്ക് മിനിമൈസ് ചെയ്യാം, പ്രൊവൈഡഡ് നമ്മൾ ബേസിലായിട്ടുള്ള പൊട്ടാഷ്യം മറ്റ് വളങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ പൊട്ടാഷ്യം മൈക്രോന്യൂട്രിയൻറ്റും ചേർത്ത് സ്പ്രേ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് സ്യൂഡോമോണാസ് കൊടുത്തായിരുന്നു. പക്ഷേ നമ്മുടെ ഫ്രൂട്ട്സ് അല്ല, ഇപ്പോൾ ഈ അടുത്തൊരു മഴ പെയ്തല്ലോ, ഈ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ കായ കുറച്ച് കൊഴിച്ചിൽ വന്നു ഇൻസ്പൈറ്റ് ഓഫ് സ്യൂഡോമോണാസ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ അറ്റത്ത് അവിടെ കറുത്തിങ്ങനെ വരുന്നു. അപ്പോൾ നമുക്ക് വേറെ നമ്മൾ അത്യാവശ്യം ഫ്രൂട്ടിൻ്റെ മച്യൂരിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ അത് ഫംഗലാണ്. ആ ഡിസ്റ്റൽ എൻഡിൽ വന്നേക്കണത് മച്യൂരിറ്റിയിലോട്ട് വന്നതിന് ശേഷം വരുവാണെങ്കിൽ പിന്നെ നമുക്ക് കെമിക്കൽ സ്പ്രേയിങ് കൊടുക്കണം. അപ്പോൾ കെമിക്കൽ സ്പ്രേയിങ്ങിൽ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള 2 കെമിക്കലുകളെന്ന് പറഞ്ഞാൽ ഒന്ന് നേറ്റീവോ, അറിയാം, ട്രൈഫ്ലോക്സിസ്ട്രോബിൻ പ്ലസ് ടെബുകൊണാസോൾ എന്ന് പറഞ്ഞാൽ നേറ്റീവോ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അത് ആണെങ്കിൽ 4 grams per 10 liters.
പിന്നെ ഇപ്പം സൈമോക്സാനിൽ പ്ലസ് മാംഗോസബ്, സൈമോക്സാനിൽ പ്ലസ് മാംഗോസബ് കർസൈറ്റ് എന്ന് പറഞ്ഞ പേര് കിട്ടും. അതും ഈ റൂട്ടിന് ഭയങ്കര നല്ല. കർസൈറ്റ് ആണെങ്കിൽ 2 grams, അതേസമയം നേറ്റീവോ ആണെങ്കിൽ 5 grams per 10 liters. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പൊഴിയുവാണ്. നമുക്ക് അത്യാവശ്യം പിടിച്ചു തുടങ്ങിയ സംഭവങ്ങളും ഒരു ചെറിയ വട്ട് സൈസിലുള്ളതും പൊഴിയുവാണെങ്കിൽ ഈ 2 കെമിക്കൽ ഏതെങ്കിലും കൊടുക്കണം. ഒന്നെങ്കിൽ നേറ്റീവോ ആണെങ്കിൽ 5 grams per 10 liters, ഇല്ലെങ്കിൽ ഈ കർസൈറ്റ് ആണെങ്കിൽ 2 grams per liter. ഞാൻ ഇതിൽ കുറച്ച് അറിയുന്നവരോട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ അനുസരിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം അടുപ്പിച്ചത് വെറ്റബിൾ സൾഫർ, അതാണ് ഇപ്പോൾ അടിച്ചേക്കണത്. അതിൻ്റെ റിസൾട്ട് ആയിട്ടില്ല. താങ്ക് യു. വെറ്റബിൾ സൾഫർ എന്ന് പറയുന്നത് മെയിൻലി നമുക്ക് 2 രീതിയിൽ വരുന്ന, ഒന്ന് പൊടിക്കുമ്പിള്. സാധാരണഗതിയിൽ വേനൽക്കാലത്ത് ഇൻ്റർമീഡിയൻ്റ് ആയിട്ടുള്ള മഴ പെയ്യുമ്പം റബ്ബറിലൊക്കെ നമ്മൾ പണ്ട് ഓർക്കണ്ടല്ലോ, റബ്ബറിലെ തളിര് പൊഴിയുമായിരുന്നു, വെള്ളപ്പൊടി പോലെ വരും. അതാണ് പൗഡറി മിൽഡ്യൂ അല്ലെങ്കിൽ ചൂർണ പൂപ്പൽ എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഡോക്ടർ പറഞ്ഞ് ഈ വെറ്റബിൾ സൾഫർ, സൾഫക്സ് എന്ന് പറഞ്ഞ പേരിലാണ് മാർക്കറ്റിൽ കിട്ടുന്നത്. ഗന്ധകം തന്നെ അത് നല്ലൊരു മൈറ്റ്. അപ്പോൾ ഇൻസെക്റ്റുകൾക്കും എതിരെ നല്ലതാണ്. അപ്പം 3 grams per liter എന്നുള്ള രീതിയിൽ വെറ്റബിൾ സൾഫക്സ് ഇപ്പോൾ ഡോക്ടർ തളിച്ചു കൊടുത്തു. ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക ഒരു പരിധി വരെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 2 കെമിക്കലിനും ഈ സൾഫർ ബേസ്ഡ് ഫോർമുലേഷൻസും ഉണ്ട്. പിന്നെ ഇതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മഴക്കാലം എന്ന് പറയുന്നത്, മഴക്കാലത്തിലും കൂടുതൽ ഈ സെറ്റിങ്ങിൻ്റെ സമയത്ത് ഇൻ്റർമീഡിയൻ്റ് ആയിട്ടുള്ള റെയിൻ വന്നാൽ ഇത് വരും, ഡെഫിനറ്റായിട്ടും വരും. അപ്പോൾ കെമിക്കൽ കൊടുക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ നേറ്റീവോ അല്ലെങ്കിൽ സൈമോക്സാനിൽ, ഇതാണെങ്കിൽ വെറ്റബിൾ സൾഫർ 3 grams per liter, നല്ലൊരു മണ്ഡരിനാശിനിയും കൂടെയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഭയങ്കരമായിട്ടുള്ള കോസ്റ്റ്ലിയാണ്. നേറ്റീവോ ഭയങ്കര കോസ്റ്റ്ലിയാണ്. എന്നാൽ ഞാൻ 1-2 കാര്യം ചോദിക്കട്ടെ. ഈ N18 അല്ലാണ്ട് റോങ് റിയാനോ ബിഞ്ചായോ ഒക്കെ ചെയ്തേക്കണ ആരെങ്കിലും ഉണ്ടോ? ഡോക്ടർ ഏതാ ചെയ്തേക്കണേ? റോങ് റിയാനും ഉണ്ട്, ബിഞ്ചായും ഉണ്ട്. റോങ് റിയാനും 2 വീൽഡായോ? ഓക്കെ ആ ലാസ്റ്റ് ഇയർ മാർക്കറ്റിംഗ്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഈ N18 കളക്ട് ചെയ്യാൻ വരുന്നവർക്ക് ആ ഒരു വെറൈറ്റി കിട്ടുന്നതിൻ്റെ ഉണ്ട്. പിന്നെ ഒരു ജസ്റ്റ് മധുരത്തിൽ നോക്കിയില്ലേ, ബ്രിക്സിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. പിന്നെ പോരാ ഇല്ല, മധുരം ഇച്ചിരി കൂടുതലല്ലേ, മാർക്കറ്റിംഗ് പ്രശ്നം. അപ്പോൾ കൊമേഴ്ഷ്യൽ പക്ഷേ ഇപ്പോൾ ഡോക്ടർ ചെയ്തേക്കുന്ന പോലെ ഒരു സൈസബിൾ വോളിയം നമുക്ക് മറ്റേ റോങ് റിയാൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തായ്ലൻഡ് വെറൈറ്റി റോങ് റിയാൻ ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ നമ്മുടെ ബിഞ്ചായി, ഇപ്പോൾ നമ്മുടെ ഇന്തോനേഷ്യ, അതുപോലെ തന്നെ മഹാർലിക്, മറ്റേ നമ്മുടെ ഫിലിപ്പൈൻസ്, അവരുടെയൊക്കെ പ്രീമിയം വെറൈറ്റി. ഇപ്പോൾ സായിച്ചേട്ടൻ അമേരിക്ക പോയപ്പോൾ പറയായിരുന്നു, ഇവരുടെയൊക്കെ എല്ലാ പ്രോഡക്റ്റ്സും അവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ. ഇന്ത്യൻ വെറൈറ്റി ഒന്നുമില്ല അല്ലേ? N18 ഉണ്ടോ? ഈ 3 അല്ലേ, ബിഞ്ചായും മറ്റേ അല്ല N18 ഒരു ആണ്. N18 എന്ന് പറഞ്ഞത് നമ്മൾ കൊടുത്ത പേരാ, നമ്മൾ കൊടുത്ത പേരാ. കാരണം ഓക്കെ ആണ് N18 നമ്മളുടെ ഒരു ഇൻ്റർനാഷണലി നോക്കിക്കഴിഞ്ഞാൽ N18 കാണില്ല. അപ്പോൾ കേരള സ്റ്റാറ്റസിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം. അപ്പോൾ ഈ ഇപ്പോഴത്തെ അറ്റ് പ്രസൻറ്റ് ഞാൻ ആദ്യമേ ഈ റോങ് റിയാൻ ഡിസ്കറേജ് ചെയ്തതിൻ്റെ ഒരു കാരണം, പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാരണം ഈ പറഞ്ഞ ബ്രിക്സ് ഇച്ചിരി കൂടുതലാണ്. ഈ 4 days N18 4 days ഷെൽഫ് ലൈഫ് ഇതിന് കിട്ടുമോയെന്നൊരു ചെറിയ സംശയമുണ്ട്. പിന്നെ ഈ കളക്ട് ചെയ്യാൻ വരുന്നവർ ഇപ്പോൾ N18 കളക്ട് ചെയ്യുകയാണെങ്കിൽ ഫുള്ളി അവർ N18 ആയിരിക്കും കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സൈസബിൾ വോളിയം ഇല്ല, 1-2 പ്ലാന്റേ ഉള്ളെങ്കിൽ ഒരു പക്ഷേ അവിടെ എടുക്കാൻ വരുന്നവർക്കും മടിയില്ലേ? എന്താ കാരണം പറഞ്ഞേ? അങ്ങനെ ഒരു വല്ല പക്ഷേ ഒരു സൈസബിൾ വോളിയം വരുമ്പം ആ സാധനത്തിനുള്ള വരും. ഇപ്പം അങ്ങനെയൊക്കെ അങ്ങ് ചവിട്ടണമാണ്. മാർക്കറ്റിങ്ങിൻ്റെ വലിയൊരു സ്ട്രാറ്റജിയാണ്. അപ്പം നമ്മൾ പോക്കറ്റ്സ് ഡെവലപ്പ് ചെയ്യുമ്പം ഈ ട്രേഡേഴ്സ് അവരുടെ മൊബിലിറ്റി, അതുപോലെ തന്നെ ഈസിനെസ് ഇൻ കളക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും. അപ്പം നിങ്ങൾ എപ്പോഴും ഒരു പോക്കറ്റിൽ നമ്മൾ വരുമ്പം അത്യാവശ്യം നമ്മുടെ സർക്കിളിലുള്ളവരെ കൊണ്ട് ഇങ്ങോട്ട് ചെയ്യിച്ച് ഒരു ബാർഗെയിനിങ് കപ്പാസിറ്റി നമുക്ക് വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം ഇവർ ഈ ഐസൊലേറ്റഡ് പ്ലാന്റ്സ് ചവിട്ടും,
അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇന്നയിടത്തുനിന്ന് ഏകദേശം അവർക്ക് മൂവ് ചെയ്യാൻ ഒരു 2 ടൺ 3 ടൺ ഒരു ഏരിയയിൽ കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാം. അപ്പോൾ ഈ കളക്റ്റീവിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ എന്തോ പറയാൻ വന്നായിരുന്നു ആരാ? സീസറും ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ വാല്യൂ കുറവാണ്. അപ്പം എൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം സംഭവം തന്നെ, ഈ ട്രേഡേഴ്സാണ്. നമ്മൾ ടേസ്റ്റ് വൈസ് ഞാൻ ഈ റോങ് റിയാനും കഴിച്ചിട്ടുണ്ട്, N18 കഴിച്ചിട്ടുണ്ട്, സീസറുണ്ട്. സീസർ ഓൾമോസ്റ്റ് നമ്മുടെ N18 ഒക്കെ തന്നെ ടേസ്റ്റ്. പക്ഷേ കീപ്പിംഗ് ക്വാളിറ്റി 2 days 3 days ഒക്കെ കിട്ടുന്നുള്ളൂ. പക്ഷേ കച്ചവടക്കാരെടുക്കത്തില്ല. അവർക്ക് N18 എടുക്കുകയാണെങ്കിൽ N18 മാത്രമേ എടുക്കുള്ളൂ. അപ്പം നമ്മൾ ആണ് ഈ മൾവാന സ്പെഷ്യൽ നമ്മുടെ ഇവരുടെ ശ്രീലങ്കൻ വെറൈറ്റിയാണ്. E35 പോലെ. E35 ആണ് ഏറ്റവും മധുരമുള്ളത്, യെല്ലോ. അതിനാണ് ബ്രിക്സ് വാല്യൂ ഏറ്റവും ഉള്ളത്. 24 ഉണ്ട്. ഈ മൽവാന നമുക്ക് നോക്കിയാലറിയാം, വേൾഡ് ട്രേഡിൽ മൽവാന നല്ലൊരു മെയിൻ ഇതാണ്. ശ്രീലങ്കയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വെറൈറ്റി മൽവാന സ്പെഷ്യലാണ്. പക്ഷേ നമുക്ക് ഈ സാധനങ്ങൾക്ക് ഇനി വെറൈറ്റിയിലോട്ട് നമ്മൾ അധികം പോകണ്ടെന്നാണ് എൻ്റെ ഒരു ചിന്ത. കാരണം അല്ലെങ്കിൽ ഒരു സൈസബിൾ ഓളിയം വരണം. അപ്പോൾ ഇവർക്ക് N18 എന്ന് പറഞ്ഞ് ഈ എടുത്തുകൊണ്ട് പോകുന്നവർ ഡയറക്റ്റ് സെല്ലേഴ്സ് അല്ല. ഇവർ തമിഴ്നാട്ടിലോ അവിടെ എല്ലാം പോയി റീറ്റെയിൽ ശൃംഖലയിലോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ കൊടുക്കുന്നിടത്തെല്ലാം ഈ N18 എന്നുള്ളൊരു പേരിലാണ് പോകണം. അപ്പോൾ ഈ സീസർ പറയത്തക്ക വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പറഞ്ഞ പോലെ കുറച്ചൊരു ഡൾ റെഡാണ്, മറ്റേ പോലെ ബ്രൈറ്റ് റെഡിനല്ല. N18 40-45 ഗ്രാം ആണെങ്കിൽ ഇത് 50 ഗ്രാം അഷ്വേഡാണ്. 20 എടുത്ത് വെച്ചാൽ 1 കിലോ ഉറപ്പാണ്. സൈസും വലുതാണ്. പിന്നെ അതിൻ്റെ ഫുൾ റെഡ് ആകുമ്പോഴത്തേനും അതിൻ്റെ ആ ഏരിയയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ നാരുകളുടെ അറ്റത്തിനൊരു പച്ചപ്പ് നിൽക്കും. അതാണ് ഇത് തമ്മിൽ നമുക്ക് എടുത്തറിയാൻ പറ്റുന്നത്. നമ്മുടെ N18 ഫുള്ളി റൈപ്പൻ്റെ അതിൻ്റെ റിൻഡും റെഡായിരിക്കും, അതിൻ്റെ ഹെയർസും ഫുള്ളി റെഡായിരിക്കും. റോങ് റിയാൻ്റെ ആണെങ്കിൽ ഇത് ഫുൾ റെഡ് ആകുമ്പോൾ ഇതിൻ്റെ ടിൻറ്റ് ലൈറ്റ് ഗ്രീൻ ആയിരിക്കും പഴുത്തതിൻ്റെ. കൊഴിച്ചിലും കുറവാണ്, ഫ്രൂട്ട് സെറ്റിംഗ് കൂടുതലാണ്, തൂക്കവും കൂടുതലാണ്. റോങ് റിയാൻ കറക്റ്റ് ഇത് തന്നെ. ഈ ഡിജിറ്റൽ എൻഡിൽ ഒരു ചെറിയ പച്ചപ്പ് നിൽക്കും നല്ല പഴുത്ത് കഴിയുമ്പോൾ. ഞാൻ ആ ഒരു കാര്യത്തിലാണ് ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്. കാരണം ഈ ഒരു പ്ലാന്റ് ഹൈലി ഹൈ ഗ്രോത്ത് റേറ്റ് ഉള്ളൊരു ചെടിയാണ്. അപ്പോൾ ഹൈ ഗ്രോത്ത് റേറ്റ് ഉള്ള ഒരു ചെടിയെ നമ്മൾ ഹൈ ഡെൻസിറ്റിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ നമ്പർ ഓഫ് പ്ലാന്റ്സ് കൂട്ടുന്നത് കൊണ്ട് ഉള്ള പ്ലാന്റ്സിന് കിട്ടുന്ന ആ ഒരു കനപ്പി കവറിൽ വെച്ചുള്ള ഈൽഡ് കിട്ടില്ല. ഞാൻ 100% ഉറപ്പ് പറയാം. കാരണം ഈ ഹൈ ഡെൻസിറ്റിക്ക് നമ്മൾ ചെയ്യുന്ന പ്രൂണിങ് എന്ന് പറഞ്ഞാൽ ഹാർഷ് പ്രൂണിങ്ങേ പറ്റുള്ളൂ. ഈ ഹാർഷ് പ്രൂണിങ് കഴിഞ്ഞിട്ട് ആ ഷേപ്പ് വീണ്ടും റീറ്റെയിൻ ചെയ്യണമെങ്കിൽ വീണ്ടും ഹാർഷ് പ്രൂണിങ് ചെയ്യണം. അപ്പോൾ ഓരോ ഹാർഷ് പ്രൂണിങ്ങും കഴിഞ്ഞിട്ടുള്ള ആ സ്പ്രൗട്ട്സ് മച്യൂർ ആവാൻ നമുക്ക് 2 years എടുക്കും. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇയർ വൈസ് നോക്കുമ്പം ഒരു നല്ല ഇയർ കിട്ടി, ഒരു ഹാർഷ് പ്രൂണിങ് കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞ് വീണ്ടും കിട്ടുള്ളൂ. അപ്പം ബെറ്റർ ഒരു 40 ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ 40/20 ചെയ്തിട്ട് അത് റെഗുലേറ്റ് ചെയ്യുക. അല്ലാണ്ട് ഒരു ഹൈ ഡെൻസിറ്റി എൻ്റെ അഭിപ്രായത്തിൽ പ്രാക്ടിക്കൽ